ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. അപ്പോഴേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ലാസ്റ്റത്തെ ടോപ്പിക് എന്തായിരുന്നു മക്കളെ? ലാസ്റ്റത്തെ ടോപ്പിക് സയനോ ബാക്ടീരിയ ആയിരുന്നു അല്ലേ? സയനോ ബാക്ടീരിയയെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിരുന്നത്. എന്തായിരുന്നു സയനോ ബാക്ടീരിയയെ കുറിച്ച് പറഞ്ഞത്? എന്തായിരുന്നു സയനോ ബാക്ടീരിയയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത്? സയനോ ബാക്ടീരിയ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണെന്നും ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു സയനോ ബാക്ടീരിയയെ കുറിച്ചിട്ട്. സത്യം പറയുകയാണെങ്കിൽ സയനോ ബാക്ടീരിയയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയനോ ബാക്ടീരിയക്ക് പല രീതിയിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സയനോ ബാക്ടീരിയ എങ്ങനെയാണെന്നുള്ളത്. സയനോ ബാക്ടീരിയ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സയനോ ബാക്ടീരിയയെ കുറിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സയനോ ബാക്ടീരിയ, ഇതാണ് സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഈ പറയുന്ന കുളത്തിലൊക്കെ കാണുന്ന ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറ്. എന്തുകൊണ്ടാണ് അതിനെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചത്? എന്തിനാണ് അത് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് നമ്മൾ അതിനെ വിളിച്ചതിന്റെ പേര്? എന്തിനാണ് നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാ? കാരണം അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. അവരുടെ ബോഡിയിൽ ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് അവരെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചത്. അവരുടെ കളർ ഗ്രീൻ കളറാണ്. അവര് ഗ്രീൻ കളറാണ്. അതുകൊണ്ടാണ് അവരെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചത്. പിന്നെ ശരിക്കും മൈക്രോസ്കോപ്പിക് വ്യൂ ഇതാണ് മൈക്രോസ്കോപ്പിക് വ്യൂ. ചില സയനോ ബാക്ടീരിയ ഇങ്ങനെ കെടുക്കും, ഇങ്ങനെ ഫിലമെന്റ് പോലെ. ശരിക്കും മൈക്രോസ്കോപ്പിക് വ്യൂ ഇങ്ങനെയാണ്. ചിലത് ഇങ്ങനെ കെടുക്കും സയനോ ബാക്ടീരിയ, ഇങ്ങനെ. ചിലപ്പോൾ ഇങ്ങനെ കെടുക്കും കോളനി ആയിട്ട്, ഓരോരോ കോളനി ആയിട്ട് ഇങ്ങനെ കെടുക്കും. ചിലപ്പോൾ ഇങ്ങനെ കെടുക്കും, ഇതാ നോക്കൂ, ഒന്നിങ്ങനെ ഫിലമെന്റേഴ്സ് ആയിട്ട് ഇങ്ങനെ കാണും, ഫിലമെന്റ് ആയിട്ട്. ചിലപ്പോൾ ഇങ്ങനെ കാണും, അല്ലെങ്കിൽ ഒറ്റക്ക് കാണും, ഒരൊറ്റ സെല്ലായിട്ട് കാണും. ഒറ്റ സെല്ലായിട്ട് നമ്മൾ കാണാറുണ്ട്. ശരിക്കും 3 രീതിയിൽ നമുക്ക് കാണാറുണ്ട്. 3 രീതിയിൽ നമുക്ക് കാണാം. ഒറ്റ സെല്ലായിട്ട് കാണാറുണ്ട്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം. അതായത് ഒരു സെല്ലായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കോളനി ആയിട്ട് കാണാറുണ്ട്. കണ്ട, ചിലപ്പോൾ ഒറ്റ സെല്ലായിട്ട് കണ്ട ഒറ്റക്ക് ഇങ്ങനെ കാണാറുണ്ട്. ഒറ്റക്കായിട്ട് നമ്മൾ ഇങ്ങനെ കാണാം. ഒറ്റക്കായിട്ട് ഇങ്ങനെ കാണും. യൂണിസെല്ലുലാർ ആയിട്ട്, അല്ലെങ്കിൽ കൊളോണിയൽ ആയിട്ട്. ഇതാ 3 രീതിയിൽ കാണാം. 3 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. 3 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ, ഒന്ന് ഇങ്ങനെ സയനോ ബാക്ടീരിയ ഒറ്റക്ക് കെടുക്കും, അല്ലെങ്കിൽ സയനോ ബാക്ടീരിയ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ കോളനി ആയിട്ട് ഇങ്ങനെ കാണാം. ഇതൊരു കോളനി, ഇതൊരു കോളനി, ഇതൊരു കോളനി. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുക ഫിലമെന്റസ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിലമെന്റസ് എന്നാണ് വിളിക്കുക. ഇത് ഫിലമെന്റസ്. ഇങ്ങനെയും കെടുക്കാറുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ സയനോ ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അറിയോ? ഓക്കെ, മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ? അറിയോ? ഓക്കെ, സയനോ ബാക്ടീരിയ 3 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിവിടെ എഴുതുകയാണ്. അടുത്ത പോയിന്റ് ആയിട്ട് ഞാൻ എഴുതുകയാണ്. സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സയനോ ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ. അവര് യൂണിസെല്ലുലാർ ആയിരിക്കും. ചിലപ്പോൾ യൂണിസെല്ലുലാർ ആയിരിക്കാം, അല്ലെങ്കിലോ കൊളോണിയൽ ആയിരിക്കാം, അല്ലെങ്കിലോ ഓർ ഫിലമെന്റസ് ആയിരിക്കാം. ഫിലമെന്റസ് കാണിച്ചുള്ള സാധനം ഫിലമെന്റസ്. ഇങ്ങനെ 3 ഫോമിൽ എക്സിസ്റ്റഡ് ആണ്. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒറ്റക്കുള്ളത്. കൊളോണിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ കോളനി ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട്. ഓരോരോ കോളനി ആയിട്ട് ഇങ്ങനെ കാണും. ഫിലമെന്റസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്. ഇതാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആരാ ഞാൻ എഴുതിയത്? ആരായിരുന്നു സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ? നോസ്റ്റോക്കും അനാബിനെയാണ് സയനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി പറയാണ്. സയനോ ബാക്ടീരിയ, ഞാനിവിടെ ഒരു നോസ്റ്റോക്ക് വരയ്ക്കാം. ഞാനിവിടെ വരയ്ക്കുന്നത് ഒരു നോസ്റ്റോക്ക് ആണ്. ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു നോസ്റ്റോക്ക് ആണ്. ഒരു നോസ്റ്റോക്കിന്റെ ഫിലമെന്റ് ആണ്. നോക്കണം, എന്തായിക്കോട്ടെ. പക്ഷെ സയനോ ബാക്ടീരിയയുടെ സെല്ല് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് നോസ്റ്റോക്കിന്റെ ഒരു ഫിലമെന്റ് ആണ്. ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ല് നമുക്ക് ഇങ്ങനെ കാണാം. ഒരു സയനോ ബാക്ടീരിയയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ല് ഉണ്ട്. അതാണ് ആ റെഡിൽ കാണിച്ചത്.
അപ്പൊ ഇതിപ്പോ ഞാൻ ഒരു സയനോബാക്ടീരിയയുടെ ചിത്രമാണ് വരയ്ക്കുന്നത്. ഇതൊരു സയനോബാക്ടീരിയയുടെ ഫിലമെന്റസ് ആണ്, അതായത് നോസ്റ്റോക്കിന്റെ ഒരു ഫിലമെന്റ് ആണ് ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത്. ഇത് സയനോബാക്ടീരിയ ആണ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ സയനോബാക്ടീരിയയുടെ ഫിലമെന്റ് ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു കോളനി ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു സയനോബാക്ടീരിയയുടെ ഫിലമെന്റോ അല്ലെങ്കിൽ കോളനിയോ ആയിക്കോട്ടെ, കോളനിയൊക്കെ ചുറ്റിയിട്ട് ഒരു ലെയർ കാണാൻ പറ്റും. കോളനികൾ അങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഓരോ ഒരു ലെയർ. ഇനി അതല്ല ഫിലമെന്റസിലും കാണുന്നുണ്ട് അതേമാതിരി ലെയർ. ഫിലമെന്റസിൽ നോക്കാം, അതിന് ഒരു ജലാറ്റിനസ് ഷീത്താണ്. ഈ ജലാറ്റിനസ് ഷീത്തിനെ ഞാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ ജലാറ്റിനസ് ഷീത്തിനെ ഞാൻ വിളിക്കുന്ന പേര് മ്യൂസിലേജിനസ് ഷീത്ത് എന്നാണ് വിളിക്കുക. മ്യൂസിലേജിനസ് ഷീത്ത് നമ്മളതിനെ വിളിക്കുന്ന പേര് മ്യൂസിലേജിനസ് ഷീത്ത് എന്നാണ്. ജലാറ്റിനസ് കവറിംഗ് ആണ്. വളരെ തിളക്കമാർന്ന ഒരു എന്താ പറയാ, ഒരു വഴുവഴുപ്പ് പോലത്തെ ഒരു സാധനമാണ് ശരിക്കത് ജലാറ്റിനസ് ഷീത്ത്. ഈ സയനോബാക്ടീരിയയുടെ ഈ സ്പെഷ്യലൈസ്ഡ് സെല്ലില്ലേ നടുവിൽ കണ്ട ഇങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് സെല്ല്, ഈ സ്പെഷ്യലൈസ്ഡ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹെറ്റിറോസിസ്റ്റ് എന്നാണ്. ഞാൻ ഈ വരച്ചിട്ടുള്ളത് നോസ്റ്റോക്ക് ആണ്. നോസ്റ്റോക്കിന്റെ ഫിലമെന്റ് ആണ് ഞാൻ ഈ വരച്ചത്. ഇത് നോസ്റ്റോക്ക് ഫിലമെന്റ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. നോസ്റ്റോക്ക് ഫിലമെന്റ്. ഓക്കെ, നോസ്റ്റോക്ക് ഫിലമെന്റ് എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നോസ്റ്റോക്ക് ഫിലമെന്റ് എല്ലാവരും ശ്രദ്ധിക്കാം. സയനോബാക്ടീരിയ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിരിക്കാം, അല്ലെങ്കിൽ കൊളോണിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫിലമെന്റ് പോലെ കാണാം. ഞാൻ കാണിച്ചെന്നല്ലോ ഡയഗ്രത്തില്. ഇനി എങ്ങനെ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, കോളനി, എസ്പെഷ്യലി ദയർ കോളനിയെ ചുറ്റും അല്ലെങ്കിൽ ഫിലമെന്റിന് ചുറ്റും ഒരു ജലാറ്റിനസ് ലെയർ, ജലാറ്റിനസ് എന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുപ്പ് പോലത്തെ ഒരു ഷീത്ത് കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മ്യൂസിലേജിനസ് എന്നാണ്. ശരിക്കും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിന്റെ ഇടയില് സയനോബാക്ടീരിയക്ക് ഒരു സ്പെഷ്യൽ സെല്ലുണ്ട്. ആ സ്പെഷ്യൽ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹെറ്റിറോസിസ്റ്റ് എന്നാണ്. സയനോബാക്ടീരിയയുടെ ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹെറ്റിറോസിസ്റ്റ് എന്നാണ്. ഹെറ്റിറോസിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? നൈട്രജനെ വലിച്ചെടുക്കാൻ പറ്റും ഈ ബാക്ടീരിയക്ക്. ഈ ബാക്ടീരിയക്ക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും അവിടെ. അതാണ് ഈ ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു കാര്യം പറയാണ്. ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന പോയിന്റ് എത്രയാണ് മക്കളെ? സയനോബാക്ടീരിയയുടെ കോളനിയെ സറൗണ്ട് ചെയ്തിട്ട് എന്ത് കാണുന്നുണ്ട്? ജലാറ്റിനസ് കോട്ട് ഷീത്ത് കാണുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്താണ്. ദി കോളനീസ് മക്കളെ ഈ ചിത്രം വരയ്ക്കണം. ഇപ്പൊ വരയ്ക്കണ്ട, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് വരയ്ക്കാം. ദി കോളനീസ്, അവരുടെ കോളനീസ്, സയനോബാക്ടീരിയയുടെ കോളനി, ദി കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ, അവരുടെ കോളനീസ്, ദി കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ എന്താണ്? ജലാറ്റിനസ് ഷീത്ത്. ഒരു ജലാറ്റിനസ് ഷീത്ത് സറൗണ്ടഡ് ആണ്. ജലാറ്റിനസ് ഷീത്ത്. ഓക്കെ, ജലാറ്റിനസ് ഷീത്ത് എന്ന് പറയുന്നത് ജലാറ്റിനസ് ഷീത്ത്. ഈസ് കോൾഡ്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഈസ് കോൾഡ് മ്യൂസിലേജിനസ് ഷീത്ത് എന്നാണ് വിളിക്കുക. ഈസ് കോൾഡ് മ്യൂസിലേജിനസ് ഷീത്ത് എന്നാണ് വിളിക്കുക. മ്യൂസിലേജിനസ് ഷീത്ത്, അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂസിലേജിനസ് ഷീത്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അടുത്ത പോയിന്റിൽ പറയാനുള്ളത്, സയനോബാക്ടീരിയ ഹാവ് സ്പെഷ്യലൈസ്ഡ് സെല്ല്. സയനോബാക്ടീരിയക്ക് എന്തുണ്ട്? ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ല്. സയനോബാക്ടീരിയ ഹാവ് സ്പെഷ്യലൈസ്ഡ്, അതായത് നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന, ഹാവ് നൈട്രജൻ ഫിക്സിങ്, N2 ഫിക്സിങ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കണതാണ്, ഒരു രക്ഷയില്ല. N2 ഫിക്സിങ് സ്പെഷ്യലൈസ്ഡ് സെൽ. N2 ഫിക്സിങ് സ്പെഷ്യലൈസ്ഡ് സെൽ. ഈസ് കോൾഡ്, അതിനെ വിളിക്കുന്ന പേര് ഈസ് കോൾഡ് എന്താ വിളിക്കുക? ഈസ് കോൾഡ് ഹെറ്റിറോസിസ്റ്റ്. ഇതിനെയാണ് ഹെറ്റിറോസിസ്റ്റ് എന്ന് വിളിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, കിങ്ഡം മൊണീറയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ കിങ്ഡം മൊണീറയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലെ സയനോബാക്ടീരിയയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇനി ഇത് വരയ്ക്കാം, എഴുതാം.
സാറേ ഇത് മറ്റേ കോളനിന് മാത്രമാണോ ഈ മ്യൂസിലേജസ് ഷീറ്റ് സറൗണ്ട് ചെയ്യുന്നത്? കോളനീസ് എന്ന് പറയുമ്പോൾ സയനോബാക്ടീരിയനെ പൊതുവെ ഇപ്പൊ ഒന്നോ രണ്ടോ സയനോബാക്ടീരിയ ഇരിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ ഒരു കവർ കാണാൻ പറ്റും. മറ്റേതിനെയും ചെയ്യൂലേ? യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു കോളനി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോളനിയിലാണെങ്കിൽ അത് പറ്റും, പക്ഷെ അതിന്റെ ഉള്ളിൽ ഓരോന്നിനും സറൗണ്ട് ചെയ്യണം നിർബന്ധമില്ല. മനസ്സിലായോ? ശരിക്കും കോളനിയിലാണ്, ജനറലി എന്നാണ് ഞാൻ പറഞ്ഞത്. കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീറ്റ് എന്നാണ് പറയുന്നത്. സയനോബാക്ടീരിയ എവിടെ ഉണ്ടോ അവിടൊക്കെ ഈ ലെയർ ഇങ്ങനെ കാണാൻ പറ്റും അതിനെ ചുറ്റും, അത്രേ ഉള്ളൂ. ഇവരെന്തുകൊണ്ടാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിച്ചത്? വൈ ദേ ആർ കോൾഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ? ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. ഇവര് വെള്ളത്തിൽ ഇവരുടെ എണ്ണം കൂടും, അപ്പൊ എന്തോന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു അത് പറഞ്ഞിരുന്നത്? പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിൽ ഇവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ പറയും ബ്ലൂം ഫോം ചെയ്തു, ബ്ലൂമിങ്. എല്ലാരും എഴുതിയിരിക്കണേ. ഈ നേരം വൈകി വരുന്ന കുട്ടികൾ, ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ട് ശരിക്കും അവർ ഫീൽ ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യുക, കറക്റ്റ് റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇരിക്കുക. 1-1.5 മണിക്കൂറൊക്കെ അല്ലേ നമ്മൾ ക്ലാസ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതോടുകൂടി കിങ്ഡം മൊണീറയുടെ യു ബാക്ടീരിയ പറഞ്ഞിങ്ങനെ തീരുകയാണ് കേട്ടോ. ഇനി ഒരാളും കൂടി കിങ്ഡം മൊണീറയിൽ വരുന്ന ഒരാളും കൂടി ഉണ്ട്. ഒരാളും കൂടി എനിക്ക് പറയാനുണ്ട്. കിങ്ഡം മൊണീറയിൽ ഒരാളും കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പോ എന്തൊക്കെയായിരുന്നു കിങ്ഡം മൊണീറയെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞത്? എന്തായിരുന്നു കിങ്ഡം മൊണീറയിൽ? എല്ലാവരും നോട്ട്ബുക്ക് ഒക്കെ നോക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിങ്ഡം മൊണീറയിൽ ആദ്യം പറഞ്ഞു ഇത് ബാക്ടീരിയക്കുള്ള മെംബ്രെയിൻ ആണ്, ഗ്രൂപ്പാണ്. അത് മാത്രമല്ല യൂണിസെല്ലുലാറും പ്രോകാരിയോട്ടിക് ആണ്. ഇവർ പല ഷേപ്പിലും കാണും. ഇവർക്ക് പല രീതിയിൽ ന്യൂട്രീഷൻ നടക്കുന്നുണ്ട്, പല രീതിയിലും റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. കിങ്ഡം മൊണീറയെ രണ്ടായിട്ട് തരംതിരിക്കാം: ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയയുടെ സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല, യു ബാക്ടീരിയയുടെ സെൽവാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്. ആർക്കി ബാക്ടീരിയ 3 എണ്ണം ഉണ്ട്: മെഥനോജന, ഹാലോഫില്, തെർമോസിഡോഫിൽസ്. അതിൽ ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ മെഥനോജന ആണ്. അത് പറഞ്ഞതിന് ശേഷം യു ബാക്ടീരിയ പറഞ്ഞു. ട്രൂ ബാക്ടീരിയ എന്നും യു ബാക്ടീരിയയെ വിളിക്കാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആയിട്ടുള്ള നമ്മുടെ സയനോബാക്ടീരിയയെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തത്. എടാ, ഞാനൊരു കാര്യം പറയാം. ഇതെല്ലാരും എഴുതിയെടുത്തോ? എല്ലാരും കഴിഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. 1-2 കുട്ടികൾ റെസ്പോണ്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും നല്ല ഈക്വൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടുക. നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും? ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണ പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഇനി ഇതില് വേറൊരാളുണ്ട് കിങ്ഡം മൊണീറയിൽ. നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റാത്ത വേറൊരാള് കിങ്ഡം മൊണീറയിലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ യു ബാക്ടീരിയയിൽ തന്നെ വരുന്ന ഒരാളായിട്ട് വേണമെങ്കിൽ പറയാം. അയാളുടെ പേര് മൈക്കോപ്ലാസ്മ എന്നാണ്. അപ്പൊ എല്ലാവരും കുറച്ച് വലുതാക്കി ചെറിയ സബ്ഹെഡിങ് ആയിട്ട് എഴുതാം: മൈക്കോപ്ലാസ്മ. ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവി എന്നറിയപ്പെടുന്ന, ഏറ്റവും ജീവനുള്ള ചെറിയ സെല്ല്, ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്നറിയപ്പെടുന്ന ആളാണ് മൈക്കോപ്ലാസ്മ. ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്നറിയപ്പെടുന്ന ആളാണ് ശരിക്ക് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം മൈക്കോപ്ലാസ്മനെ കുറിച്ചിട്ട്. അതായത് ഇവർക്ക് സെൽവാളില്ല, ആ ഒരു പ്രത്യേകതയുണ്ട് ഇവർക്ക്. ഇത് മൊണീറ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്, പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ആൾക്ക് സെൽവാളില്ല. ദ സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്, ലിവിങ് ഓർഗാനിസം, സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം. ലിവിങ് സെൽ എന്ന് വേണമെങ്കിൽ എഴുതാം, സ്മോളസ്റ്റ് ലിവിങ് സെൽ. പക്ഷെ സെൽവാൾ ആബ്സെന്റ് ആണ് കേട്ടോ. ഇവർക്ക് സെൽവാൾ ഇല്ല, ഇവരുടെ സെല്ലിന്റെ പുറമെ ഇവർക്ക് സെൽവാൾ ഇല്ല. സെൽവാൾ ആബ്സെന്റ് ആണ്. മാത്രല്ല ഇവർക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഇവർക്ക് ഓക്സിജന്റെ ആബ്സെൻസിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അതെ, ദേ ക്യാൻ സർവൈവ്, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ എന്നാണ്. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. എങ്ങനെ?
ചോദിച്ചോളൂ. സർവൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മന്റെ പ്രത്യേകത വളരെ സ്മോളസ്റ്റ് സെല്ലാണ്. PPLO എന്നൊക്കെ വിളിക്കും നമ്മൾ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നൊക്കെ പറയും. ഞാൻ അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ അവിടെ പറയുന്നില്ല, അത് പിന്നീട് പറയാം. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ഒക്കെ എടുക്കുമ്പോൾ പറയാം. മൈക്കോപ്ലാസ്മ സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. ഓക്കെ, സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മൈക്കോപ്ലാസ്മയെ കുറിച്ച്. സെൽവാൾ ഇല്ല അവർക്ക്, അതാണ് ഇതിന്റെ പ്രത്യേകത. സെൽവാൾ ഇല്ല മൈക്കോപ്ലാസ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ പല ഇതിലും ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണ്. ഇതിനെ ജോക്കേഴ്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാറുണ്ട്. ജോക്കർ എന്ന് വിളിക്കാറുണ്ട് ഇതിനെ. ജോക്കർ. ഇവരുടെ ഷേപ്പ് ഇടക്കിടക്ക് ഇങ്ങനെ മാറും. ജോക്കേഴ്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന ആളാണ് ശരിക്കും മൈക്കോപ്ലാസ്മ. അങ്ങനെയുണ്ട്. മൈക്കോപ്ലാസ്മയെ കുറിച്ച് എനിക്ക് അങ്ങനെയൊക്കെ പറയാനുണ്ട്. ജോക്കേഴ്സ്, ഇവർ ജോക്കേഴ്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ അതിന് പറയാം. അല്ലെങ്കിൽ മൈക്രോബയോളജിയുടെ തന്നെ ജോക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇവരെയാണ്. ജോക്കർ എന്നാണ് ഇവര് പൊതുവെ ഇവരെ പറയാം. ഇവർക്ക് സെൽവാളും ഇല്ല, എന്നാലോ ഇവർക്ക് പല കഴിവുണ്ട്. അങ്ങനെയുള്ള ചില പ്രത്യേകതയാണ്. ഇവർക്ക് സെൽവാളൊന്നും ഇല്ല. സോ ദാറ്റ്സ് ഓൾ കിങ്ഡം മൊണീറ. ഇതോടുകൂടി കിങ്ഡം മൊണീറ ഇവിടെ അവസാനിക്കുകയാണ്. കിങ്ഡം മൊണീറ എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഗ്രൂപ്പാണ്. കിങ്ഡം മൊണീറ കഴിഞ്ഞു. അടുത്ത ഗ്രൂപ്പിന്റെ പേരെന്താണ്? എന്താണ് മക്കളെ അടുത്ത ഗ്രൂപ്പിന്റെ പേര്? പറ. അടുത്ത ഗ്രൂപ്പ് ഏതാണ്? യെസ്, കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പൊ എല്ലാവരും കിങ്ഡം പ്രോട്ടിസ്റ്റ എന്നൊരു ഹെഡിങ് എഴുതി വെക്കാം. രണ്ടാമത്തതാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന അമീബയെ കണ്ടിട്ടുണ്ടോ? പാരമീസിയം ഒക്കെ, അമീബ, പാരമീസിയം, യുഗ്ലീന, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ? അമീബ. അപ്പോ തീർച്ചയായിട്ടും അവരൊക്കെ വരുന്ന ഗ്രൂപ്പാണ് ഇത്. അമീബ, പാരമീസിയം, അതുപോലെ തന്നെ യുഗ്ലീനൊക്കെ വരുന്ന ആ ഗ്രൂപ്പാണ് ശരിക്കും ഏത്? ഈ പറയുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ. സത്യം പറയുകയാണെങ്കിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനത്തെ ഓർഗാനിസം ആണ് വരിക? യൂണിസെല്ലുലാർ ആണോ, മൾട്ടിസെല്ലുലാർ ആണോ, പ്രോകാരിയോട്ടിക് ആണോ, യൂകാരിയോട്ടിക് ആണോ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരിക? എങ്ങനെയാണ് വരിക കിങ്ഡം പ്രോട്ടിസ്റ്റയില്? യെസ് 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 യെസ്. അപ്പൊ ഞാനിവിടെ എഴുതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഈ ഗ്രൂപ്പിൽ ആരാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് യൂകാരിയോട്ടിക് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് യൂകാരിയോട്ടിക് ആൻഡ് യൂണിസെല്ലുലാർ. വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട് ഇവർക്ക്. യൂകാരിയോട്ടിക് ആൻഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയണം. ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. പ്രൊട്ടിസ്റ്റയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പാരമീസിയം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ പാരമീസിയം എങ്ങനെയാണ്? ഇതാണ് പാരമീസിയം. ഈ പാരമീസിയത്തിനെ മൂവ് ചെയ്യാൻ അതിന് ചുറ്റും സീലിയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. സീലിയ എന്നാണ് വിളിക്കുക പാരമീസിയം മൂവ്. ഇതിനെയാണ് നമ്മൾ സീലിയ എന്ന് വിളിക്കുക. ഇത് വെച്ചിട്ടാണ് പാരമീസിയം മൂവ് ചെയ്യുക. പിന്നല്ല, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. യുഗ്ലീനയുടെ കേസിലൊക്കെ ഇങ്ങനെ ഫ്ലജല്ല ഉണ്ട്. ഇതിനാണ് ഫ്ലജല്ല എന്ന് പറയാം. കുറച്ചും കൂടി വലിപ്പമുള്ള സാധനമാണ് ഫ്ലജല്ല. അപ്പൊ ഇവർക്ക് എന്തൊക്കെ പ്രസന്റ് ആണ്? ഇവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രസന്റ് ആണ്? ഇവർക്ക് എന്ത് പ്രസന്റ് ആണ്? സംഹാവ് ഫ്ലജല്ല. ചില ആളുകൾക്ക് എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട്. ഓർ സീലിയ. ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ പ്രസന്റ് ആയിരിക്കും അവർക്ക്. ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ പ്രസന്റ് ആയിരിക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു സത്യം കൂടി പറയാം. കിങ്ഡം പ്രോട്ടിസ്റ്റ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എനിമൽസിനോടുള്ള എനിമൽസിന്റെ ക്യാരക്ടറും കാണിക്കുന്നുണ്ട്, സസ്യങ്ങളുടെ ക്യാരക്ടറും കാണിക്കുന്നുണ്ട്. കൂൺ വിഭാഗം, ഫംഗസ്, നമ്മൾ പറഞ്ഞതാണ് ഫംഗസ്, കൂണ്, ഫഞ്ചൈ, ആ വിഭാഗത്തിനോടൊക്കെ ഒരു ലിങ്ക് കാണിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒരു എന്താ പറയാ, കോമൺ ആയിട്ട് ഒരു ക്യാരക്ടർ ഷെയർ ചെയ്യുന്നുണ്ട് ഇവര്. അതാണ്
എല്ലാരോടും ഒരു ലിങ്ക് ഉണ്ട് ഇവർക്ക്, ലിങ്ക്. അപ്പൊ ഞാനൊരു കാര്യം പറയാണ്, ഇവര് ശരിക്ക് എല്ലാത്തിനോടും ഒരു ലിങ്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു പോയിന്റ് എഴുതാണ് ഇവിടെ. ഇറ്റ് ഈസ് എ ലിങ്ക്, ഇറ്റ് ഈസ് എ ലിങ്ക്. ശരിക്കും ഇതൊരു ലിങ്കാണ്. സസ്യങ്ങളുമായിട്ടും എനിമലുമായിട്ടും ഒക്കെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ലിങ്ക് ആണ്. എല്ലാതും ഉണ്ടായത് ഇതിൽ നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ. ഇറ്റ് ഈസ് എ ലിങ്ക് വിത്ത് പ്ലാന്റ്സ്. ആരൊക്കെ ആയിട്ട്? ഇറ്റ്സ് എ ലിങ്ക് വിത്ത് പ്ലാന്റ്സ്, സസ്യങ്ങളുമായിട്ട്, എനിമൽസ് ആൻഡ് ഫംഗൈ. ഫംഗൈ അതായത് ഫംഗസ് ഗ്രൂപ്പായിട്ട് ചെറുങ്ങനെ എന്ത് കാണിക്കുന്നുണ്ട്? ഒരു ലിങ്ക് കാണിക്കുന്നുണ്ട് ഇവര് എന്ന് പറയാം. ശരിക്ക് പ്രൊട്ടിസ്റ്റ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട്. കിങ്ഡം പ്രൊട്ടിസ്റ്റയെ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ മൊണീറയെ നമ്മൾ യൂബാക്ടീരിയ, ആർക്കിബാക്ടീരിയ എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റയെ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. പ്രൊട്ടിസ്റ്റ അഗൈൻ ഡിവൈഡഡ് ഇൻടു എത്ര ഗ്രൂപ്പ് എന്ന് അറിയോ? അതായത് പ്രൊട്ടിസ്റ്റയെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 5 ഗ്രൂപ്പ് ആയിട്ടുണ്ട്. പ്രൊട്ടിസ്റ്റയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടിസ്റ്റ ഡിവൈഡഡ് ഇൻടു 5 ഗ്രൂപ്പ്സ്. പ്രൊട്ടിസ്റ്റ ഡിവൈഡഡ് ഇൻടു 5 ഗ്രൂപ്പ്, 5 ഗ്രൂപ്പ് ആയിട്ട് തരംതിരിച്ചിട്ട് ഇൻടു 5 ഗ്രൂപ്പ്. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊട്ടിസ്റ്റ ഡിവൈഡഡ് ഇൻടു 5 ഗ്രൂപ്പ്. 5 ഗ്രൂപ്പ് ഉണ്ട്. 5 ഗ്രൂപ്പ് പഠിച്ചു കഴിയുമ്പോഴാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ തീരുള്ളൂ. അതിന്റെ പേര് തന്നെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ ഒന്ന് ഞാനിവിടെ എഴുതാണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ 1 ഞാനിവിടെ എഴുതാണ്. ക്രൈസോഫൈറ്റസ് പഠിക്കണേ. അതേപോലെ തന്നെ പഠിക്കണം. ക്രൈസോഫൈറ്റ്സോ അല്ലെങ്കിൽ ക്രിസോഫൈറ്റ്സോ നിങ്ങൾ എങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല. എന്നാൽ ഞാൻ വായിക്കാറ് എങ്ങനെയാണ്? ക്രൈസോഫൈറ്റ്സ് എന്നാണ് ഞാൻ വായിക്കാറ്. രണ്ടാമത്തത് ഞാൻ വായിക്കുന്നത് ഡൈനോഫ്ലജലേറ്റ്സ് എന്നാണ്. ഡൈനോഫ്ലജലേറ്റ്സ് എന്നാണ് ഞാൻ വായിക്കുക. പ്രത്യേകതയുണ്ട് ഡൈനോഫ്ലജലേറ്റ്സ്. മൂന്നാമത്തത് യുഗ്ലീനൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. യുഗ്ലിനോയിഡ്സ് എന്നാണ് വിളിക്കുക. നാലാമത്തത് വേറൊരു ഗ്രൂപ്പാണ് സ്ലൈം മോൾഡ്സ് എന്നാണ് വിളിക്കുക. പഠിക്കണേ. അഞ്ചാമത്തത് പ്രോട്ടോസോവൻസ് എന്നാണ്. അപ്പൊ കാണാതെ പഠിക്കണം. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, അതുപോലെ തന്നെ യുക്ലിനോയിഡ്സ്, സ്ലൈം മോഡ്സ്, പ്രോട്ടോസോവൻ. പേര് കേട്ട് ഞെട്ടണ്ട, പഠിക്കാനുള്ളതാണ്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മോഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇത്രയാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ ഇൻട്രൊഡക്ഷൻ. അവര് യൂക്യാരിയോട്ടിക് ആണ്, യൂണിസെല്ലുലാർ ആണ്. അവർക്ക് ഫ്ലജല്ല ഉണ്ട്, സീലിയ ഉണ്ട്. ചില മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവര് സസ്യങ്ങളോടും എനിമൽസിനോടും ഫംഗസിനോടും ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. പ്രൊട്ടിസ്റ്റയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 5 ഗ്രൂപ്പായിട്ട് പ്രൊട്ടിസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്, സ്ലൈം മോഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. അറിയോ? ഓക്കെ. എല്ലാരും എഴുതിയെടുത്തോളൂ. കിങ്ഡം പ്രൊട്ടിസ്റ്റ എല്ലാരും എഴുതിയെടുക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് യൂകാരിയോട്ടിക് ആൻഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് അയക്കാം ഫിനിഷ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഓരോന്നിനെയും കുറിച്ച് പഠിക്കാം. അതോട് കൂടിയിട്ട് നമ്മുടെ കിങ്ഡം പ്രൊട്ടിസ്റ്റ തീരുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ തീരുക. ഓരോന്നിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഫിനിഷ് ആയാൽ എന്നോട് പറയാം. മക്കൾ ആദ്യം നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ഇങ്ങനെ പഠിക്കണം. കിങ്ഡം പ്രൊട്ടിസ്റ്റ ഡിവൈഡഡ് ഇൻടു ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുക്ലിനോയിഡ്സ്, സ്ലൈം മോഡ്സ് ആൻഡ് പ്രോട്ടോസോവൻ. അങ്ങനെ നിങ്ങൾ കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പറഞ്ഞില്ലേ? യെസ്. അപ്പൊ എല്ലാവരും അത് എഴുതി കഴിഞ്ഞു. യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് ക്രൈസോഫൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറയാം. ക്രൈസോഫൈറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ക്രൈസോഫൈറ്റ്സിനെ നിങ്ങൾ ഇതുവരെ കാണാത്ത ജീവികളാണിത്. ഞാനിവിടെ ആദ്യം എഴുതുന്നത് ക്രൈസോഫൈറ്റ്സ് എന്നാണ്. ഞാനിവിടെ എഴുതാൻ പോകുന്നത് ക്രൈസോഫൈറ്റസ് എന്ന് ഞാനിവിടെ എഴുതാൻ പോവാണ്.
അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണത് എന്നുള്ളത് ശ്രദ്ധിക്കണേ. ക്രൈസോഫൈറ്റ്സ് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ക്രൈസോഫൈറ്റ്സിനെ ഞാൻ കാണിച്ചു തരാം. ക്രൈസോഫൈറ്റ്സ് വളരെ ചെറിയൊരു സാധനമാണ്. ക്രൈസോഫൈറ്റ്സ് വളരെ കുഞ്ഞാപ്പി സാധനമാണ് ശരിക്കും ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം സാധാരണ രീതിയിൽ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരാളാണ് ക്രൈസോഫൈറ്റ്സ്. ഒരു വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് ഇവരും ഒഴുകും. ഇവർക്ക് പ്രകാശ സംശ്ലേഷണം ചെയ്യാനൊക്കെ പറ്റും. ഫോട്ടോസിന്തറ്റിക് ആണ് ഇവര്, ഈ ക്രൈസോഫൈറ്റ്സ്. നിങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ല ക്രൈസോഫൈറ്റ്സിനെ. വെള്ളത്തിൽ കാണുന്നതാണ് ശരിക്ക്. മൈക്രോസ്കോപ്പിക്കാ, വളരെ ചെറിയ സാധനമാണ്. ഇവര് പ്ലാങ്ക്ടൺ എന്ന് വിളിക്കും. ഇവരെ പ്ലാങ്ക്ടൺ. എന്തുകൊണ്ട് പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന സാധനമാണ്. ഞാൻ ഇവരെ കാണിച്ചു തരാം. ക്രൈസോഫൈറ്റ്സ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനത്തെ ചെറിയ സാധനമാണ്. നോക്കൂ, കണ്ട, വളരെ കുഞ്ഞാപ്പി സാധനങ്ങളാണ് ഈ ക്രൈസോഫൈറ്റ്സ്. ഒരു ഫോട്ടോസിന്തറ്റിക് ആണ് ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞ വിഭാഗം. അറിയോ? ഓക്കെ, പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒരു വെള്ളത്തിൽ കാണും ക്രൈസോഫൈറ്റ്സ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ക്രൈസോഫൈറ്റ്സ് അതായത് ഇവര് വെള്ളത്തിൽ കാണുന്നതാണ്. ഇതൊക്കെ ക്രൈസോഫൈറ്റ്സ് ആണ്. ഇതിൽ ചെറിയ സാധനങ്ങളാണ് ശരിക്കും ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ കാണുന്ന വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സാധനമാണ് ഈ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതാണ് അതിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ചൊരു ചിത്രം അല്ലെ? ക്രൈസോഫൈറ്റ്സിന്റെ ചിത്രം നമ്മൾ ഇതാണ് ക്രൈസോഫൈറ്റ്സ്. ഇത് ക്രൈസോഫൈറ്റ്സിന്റെ ഒരു ഗ്രൂപ്പാണ് ഇത് ഞാനിങ്ങനെ കാണിച്ചത്. ക്രൈസോഫൈറ്റ്സ് വളരെ കുഞ്ഞാപ്പി. ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, ബട്ട് ഇനി മുതൽ നിങ്ങൾ അറിയില്ല എന്ന് പറയരുത്. വളരെ കുഞ്ഞാപ്പി സാധനമാണ് ഈ പറയുന്ന ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് ഞാൻ എഴുതാം. ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് ഞാൻ 2 പോയിന്റ് ഞാൻ ആദ്യം എഴുതാം. അതിനെ കുറിച്ചിട്ട് എന്തായിരിക്കും ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച്? ഇവരെവിടെ കാണുന്നത്? ക്രൈസോഫൈറ്റ് വെള്ളത്തിലാണ് കാണുന്നത്. ശുദ്ധജലത്തിൽ കാണാറുണ്ട് ഇവർ ശുദ്ധജലത്തിൽ കാണാറുണ്ട്. അപ്പൊ ഞാനിവിടെ എഴുതാണ്. ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാണ്. ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ. അതായത് ശുദ്ധജലത്തിൽ കാണുന്നുണ്ട്. ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് കടൽ വെള്ളത്തിൽ മറൈൻ എൻവിറോൺമെന്റ്. കടൽ വെള്ളത്തിൽ കാണും. ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ എൻവിറോൺമെന്റ്സ് അവിടെ അവർ കാണുന്നുണ്ട്. ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ എൻവിറോൺമെന്റ്സ് എന്നാണ് പറയാം. മാത്രമല്ല അവിടെ വളരെ ചെറിയ ആളാണ്. വളരെ കുഞ്ഞാപ്പി സാധനമാണ്. മൈക്രോസ്കോപ്പിക് ആണ് ഇവര്. വളരെ മൈക്രോസ്കോപ്പിക് ആണ്. മാത്രമല്ല വെള്ളത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും ഇവര് അല്ലെ? ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരാളാണ്. ആൻഡ് ഫ്ലോട്ട് ഇവര് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഫ്ലോട്ട് പാസീവ്ലി എവിടെ? മേലെ ഇങ്ങനെ. നമ്മൾ എഴുതുന്നത് നോക്കണ്ട. ഫ്ലോട്ട് പാസീവ്ലി പതുക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറണ്ട്. വാട്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്കില് ഇങ്ങനെ ഒഴുകി നടക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ വാട്ടർ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. കറണ്ട് അടിച്ച വാട്ടർ എന്നല്ല. വാട്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ഇങ്ങനെ വെള്ളം. അതാണ് വാട്ടർ കറണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒഴുകി ഇങ്ങനെ ഒഴുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഇവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കും. മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറണ്ട്സ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാണ്. സോ ദേ ആർ കോൾഡ്. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേര് എന്താ വിളിക്കുക? സോ ദേ ആർ കോൾഡ് പ്ലാങ്ക്ടൺ. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്ടൺ എന്നാണ്. അതുകൊണ്ട് മാത്രമല്ല അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. ക്രൈസോഫൈറ്റ്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളാണ്. വേറൊരു കാര്യം പറയാം. ഇതിൽ 2 ആൾക്കാരുണ്ട് ക്രൈസോഫൈറ്റിൽ. 2 വിഭാഗമുണ്ട്. ക്രൈസോഫൈറ്റ്സിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ശ്രദ്ധിക്കണേ, വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് റെഡിങ്ങിൽ എഴുതി വെക്കണേ. ഞാൻ ഈ പറഞ്ഞ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡയാറ്റംസ് എന്ന് പറയുന്ന വിഭാഗവും ആൻഡ് ഗോൾഡൻ ആൽഗെ എന്ന് പറയുന്ന വിഭാഗവും. ഗോൾഡൻ ആൽഗെ അതിന്റെ വേറെ പേരുണ്ട്. ഗോൾഡൻ ആൽഗെ മഞ്ഞ കളറിൽ കാണുന്ന സാധനമാണ് ഗോൾഡൻ ആൽഗെ. അതിന്റെ വേറെ പേരാണ് ഡെസ്മിഡ്സ് എന്നാണ് അതിന്റെ വേറെ പേര്. ഡെസ്മിഡ്സ് എന്നാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക,
ഇവര് വെള്ളത്തിൽ കാണുന്നവരാണ് അല്ലെ, ഫ്രഷ് വാട്ടറിലും അതുപോലെ കടലിലൊക്കെ കാണുന്നവരാണ്. കടലിലാണ് മെയിൻ ആയിട്ട് ഇവർ കാണുന്നത് കേട്ടോ. ഇവര് വളരെ കുഞ്ഞാപ്പി സാധനമാണ്, മൈക്രോസ്കോപ്പിക് ആണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, വെള്ളത്തിൽ ഒഴുകും, പ്ലാങ്ക്ടൺ എന്നാണ് വിളിക്കുക. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് ആണ്, അവരെന്താണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ആളാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡയാറ്റം ആൻഡ് ഗോൾഡൻ ആൽഗെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എഴുതിയോ നിങ്ങൾ? ഇത് എഴുതിയോ? ഇതുവരെ എഴുതിയെടുത്തോ നിങ്ങൾ? എല്ലാരും എല്ലാരും എഴുതിയെടുക്കാം. ഞാൻ ഒരു കാര്യം, ഇതിലെ ഡയാറ്റത്തിനെയും ഗോൾഡൻ ആൽഗെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഡയാറ്റ കേട്ടോ. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഡയാറ്റാണ്. ഞാനിവിടെ കാണിക്കാൻ പോണത് ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ ഡയാറ്റത്തിനെ, ഗോൾഡൻ ആൽഗിനെ ആദ്യം കാണിച്ചു തരാം. ഗോൾഡൻ ആൽഗെ നമുക്ക് അതിനെ പഠിക്കാനില്ല, ഗോൾഡൻ ആൽഗെ നമുക്ക് പഠിക്കാനില്ല. ഞാൻ കാണിച്ചു തരാം ഗോൾഡൻ ആൽഗെ. ഇതാണ് ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗെ എന്ന് പറയുന്നത് മഞ്ഞ കളറിൽ ഇങ്ങനെ കാണും. ഇതൊരു പറ്റി പിടിക്കാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചെറുങ്ങനെ കണ്ട, ദിസ് വൺ ഈസ് ഗോൾഡൻ ആൽഗെ. കണ്ട, ഇതാണ് ഗോൾഡൻ ആൽഗെ എന്ന് പറയുന്നത്. ഗോൾഡൻ ആൽഗെ ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഡയാറ്റത്തിനെ കുറിച്ചല്ല. ഡയാറ്റത്തിന്റെ പ്രത്യേകത ഒരു സോപ്പും പെട്ടി പോലെയാണ്, കുഞ്ഞ് സോപ്പും പെട്ടിയാണ്. കാരണം എന്റെ വീട്ടിലെ സോപ്പും പെട്ടി എന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റിയ സൈസാണ്, ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന അതേമാതിരത്തെ ഒരു സോപ്പ് ഞാൻ പറഞ്ഞുതരാം. ഡയാറ്റം, ഇതാണ് ഡയാറ്റത്തിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. നോക്കൂ, ഇപ്പൊ ഞാൻ ഇതൊരു ഡയാറ്റാണ്. ഡയാറ്റത്തിന്റെ സെൽവാള്, ഇതാണ് ഡയാറ്റത്തിന്റെ സെൽവാൾ എന്ന് പറയുന്നത്. ഈ സെൽവാള് നോക്കി നിങ്ങള്, ഡയാറ്റത്തിന്റെ സെൽവാളാണ് ഇത്. ഈ സെൽവാളില് മേലെ ഒരു ഷെല്ല് കണ്ടോ, മേലെ ഒരു ഷെല്ല്, താഴെ ഒരു ഷെല്ല്, രണ്ട് ഷെല്ലായിട്ടാണ് കാണുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇതൊരു ഡയാറ്റാണ്. ഈ ഡയാറ്റത്തിന്റെ അപ്പർ പോർഷൻസ്, അതായത് സെൽവാള്, ഇത് സെൽവാളാണ്, അവരുടെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സെൽവാളാണ് ഇത്. ഈ സെൽവാളിന്റെ ഔട്ടർ പോർഷൻസ്, ഈ സെൽവാളിന്റെ അപ്പർ ഷെല്ലാണ് ഇത്. ഇത് ലോവർ ഷെല്ലാണ്. ഇത് അപ്പർ ഷെല്ലും ഇത് ലോവർ ഷെല്ലും. അറിയോ? ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇവരുടെ സെൽവാള് കാണുന്നത് ഒരു ഷെല്ല് പോലെയാണ്. ഒരു സോപ്പ് ബോക്സ് എങ്ങനെയാണോ, ഒരു സോപ്പിന് രണ്ട് ഓപ്പണിംഗ് ഉള്ളത് പോലെ തന്നെ ഇവരുടെ സെൽവാള് രണ്ട് ഷെല്ലായിട്ടാണ് കാണുന്നത്. വേണമെങ്കിൽ ഇതിന്റെ ഒരു മൈക്രോസ്കോപ്പിക്, ഇതിപ്പോ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂവിൽ വേറെ കാണിക്കുകയാണെങ്കിൽ, ഡയാറ്റത്തിന്റെ വേറൊരു കാണിക്കുകയാണെങ്കിൽ നോക്കാം. ഡയാറ്റത്തിന്റെ വേറൊരു ചിത്രം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളത് കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഡയാറ്റം നോക്കട്ടെ. ഡയാറ്റം ഓൾറെഡി ഇതാ ഞാൻ തന്നെയാണ് നമ്മൾ കാണുന്നത്. കണ്ട, അപ്പർ ആയിട്ടൊരു ഷെല്ലുണ്ട്, ലോവർ ആയിട്ടൊരു ഷെല്ലുണ്ട്. അപ്പർ ഷെല്ലും ഉണ്ട്, ലോവർ ഷെല്ലും ഉണ്ട്. സെൽവാൾ അങ്ങനെയാണ് ഇവരത് കാണുന്നത്. സെൽവാൾ നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കൂ, അപ്പർ ഷെല്ലും ഒരു ലോവർ ഷെല്ലും, രണ്ട് ഷെല്ലാണ്. സെൽവാൾ രണ്ട് ഷെല്ലായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഇതാണ് ഡയാറ്റം. അപ്പൊ ഞാൻ ഇനി അടുത്തത് ഡയാറ്റത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡയാറ്റം കുഞ്ഞാപ്പിയാക്കി ഇവിടെ ഇങ്ങനെ എഴുതുക. ഇവിടെ ഇങ്ങനെ ഡയാറ്റം ഇവിടെ, എന്നിട്ട് ഡയാറ്റത്തിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ എഴുതുക. കണ്ട, ഡയാറ്റത്തിനെ കുറിച്ച് ഇവിടെ എഴുതാം. അപ്പൊ ഞാൻ അത് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഇതേപോലെ ചെയ്യണം. അതായത് ഇങ്ങനെ ഡയാറ്റം പതുക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ചെറുങ്ങനെ ഒരു ഹൈഫൺ ഇടുക. ഞാൻ ആദ്യം അതിന്റെ ചിത്രം വരയ്ക്കാം, ഡയാറ്റത്തിന്റെ ഒരു ചിത്രം. ഇതാണ് ഡയാറ്റത്തിന്റെ ഒരു ചിത്രം. ശ്രദ്ധിക്കണേ, ഡയാറ്റത്തിന്റെ ഒരു ചിത്രമാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഡയാറ്റത്തിന്റെ സെൽവാളാണ് ഇത്, അപ്പർ സെൽവാളാണ്. ഡയാറ്റത്തിന്റെ അപ്പർ സെൽവാളാണ് ഇത്. ഇത് ഡയാറ്റത്തിന്റെ അപ്പർ സെൽവാളാണ്. ചിത്രം വരയ്ക്കണേ. ഇത് ഡയാറ്റം ഞാൻ എഴുതിയത് കണ്ടിട്ടില്ല, ഒരു മിനിറ്റ്. അത് ചെറുതാക്കി എഴുതിയതാണ് ഞാൻ. അത് ശരി, അത് ചെറുതാക്കി എഴുതിയപ്പോ അത് വലുതാക്കി എഴുതുമെന്ന്. അത് ഞാൻ ചെറുതാക്കി എഴുതിയത് അതിന്റെ അടിയിൽ ഇങ്ങനെ ചെറുതാക്കി എഴുതണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഡയാറ്റം, ഓക്കെ, ഡയാറ്റം, ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കണേ. അപ്പൊ അതിന്റെ അടിയിൽ നിങ്ങൾ എഴുതിയതിന്റെ അടിയിൽ ഡയാറ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഡയാറ്റത്തിന്റെ അടിയിൽ ഇങ്ങനെ അതിന്റെ ചിത്രം വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു ചിത്രം വരച്ചു വെക്കുക ഡയാറ്റത്തിന്റെ. ഇതാ, ഇത് അപ്പർ ഷെല്ലാണ്, ഇത് അപ്പർ ഷെൽ, അപ്പർ ഷെല്ല് എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് ലോവർ ഷെല്ല്, ലോവർ ഷെല്ല്, ഇത് ലോവർ ഷെല്ലാണ്. ഓക്കെ, ഇത് ലോവർ ഷെല്ലാണ്. ഇതാണ് ഡയാറ്റത്തിന്റെ ചിത്രം എന്ന് പറയുന്നത്.
ഡയാറ്റത്തിൽ ഇതൊന്നും ടെക്സ്റ്റിൽ ഉണ്ടാവില്ല, ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇത് ഡയാറ്റം, അപ്പർ ഷെല്ലും ലോവർ ഷെല്ലും. ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറയാം, ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് പറയാം. ഒരു പ്രത്യേകത ഉണ്ട്, ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ചിത്രം വരക്കട്ടെ, എല്ലാവരും ചിത്രം വരക്കട്ടെ, എന്നിട്ട് പറയാം. ഡയാറ്റത്തിനെ കുറിച്ചിട്ട് അപ്പർ ഷെല്ലും ലോവർ ഷെല്ലും എഴുതി വെക്കുക. അത് അതിന്റെ ന്യൂക്ലിയസ് ആണ്, നടുവിൽ കാണിച്ചത് ന്യൂക്ലിയസ് ആണ്, തെറ്റിദ്ധരിക്കണ്ട, അത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, എല്ലാവരും എഴുതി. ഇനി ഞാൻ പറയട്ടെ, ഇവരുടെ സെൽവാളില്, ഇവരുടെ സെൽവാള്, ഇത് ഇവരുടെ സെൽവാളാണല്ലോ, അത് ആ സെൽവാൾ ഒരു ഷെല്ല് പോലെ കാണുന്നതുള്ളൂ. ഇവരുടെ ഈ സെൽവാളില് സിലിക്കയുടെ എമൗണ്ട് കൂടുതലാണ്, സിലിക്കയുടെ എമൗണ്ട്. സിലിക്ക അപ്പൊ അത്യാവശ്യം നല്ല കട്ടിയുള്ള സെൽവാളാണിത്, അത്യാവശ്യം നല്ല കട്ടിയുള്ള സെൽവാളാണ്. സിലിക്കയുടെ എമൗണ്ട് കൂടുതലാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ വെക്കുക. ഞാനൊരു പോയിന്റ് എഴുതാൻ പോണത്, ഞാനൊരു പോയിന്റ് ഇവിടെ എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ ഒരു പോയിന്റ് എഴുതാൻ പോവാണ്. അതായത് ഡയാറ്റത്തിന്റെ സെൽവാളിൽ സിലിക്കയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാണ്, ഒരു പോയിന്റ് ആയിട്ട് ഇതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചോ. ദേ ഹാവ് ഡയാറ്റത്തിനെ കുറിച്ചാണ്. ദേ ഹാവ് സിലിക്കയുള്ള സെൽവാൾ, ദേ ഹാവ് സിലിഷ്യസ് എന്നാണ് വിളിക്കുക, സിലിഷ്യസ് സെൽവാൾ. They have silicious cell wall. They have silicious cell wall forming എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഫോമിങ്, അവരുടെ സെൽ വാള് രണ്ട് ഓവർലാപ്പിംഗ് ഷെല്ലുണ്ട്. സെൽ വാൾസ് ഫോമിങ് ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽ, ഫോമിങ് ടു തിൻ, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എഴുതാ, ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്, ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്. കണ്ട, ഇതൊക്കെ നിങ്ങൾ NCERT പറഞ്ഞു. ദേ ഹാവ് സിലിഷ്യസ് എന്നാണ്, ഒരു മിനിറ്റ്, സിലിഷ്യസിന്റെ സ്പെല്ലിംഗിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, സിലിഷ്യസ് എന്നാണ്. ദേ ഹാവ് സിലിഷ്യസ് സെൽവാൾ എന്നാണ്, സിലിഷ്യസ്. ദേ ഹാവ് സിലിഷ്യസ് സെൽവാൾ ഫോമിങ് ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽ. ഓക്കെ, രണ്ട് ഓവർലാപ്പിംഗ് ഷെല്ല് അവർക്ക് കാണുന്നുണ്ട്. അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു സോപ്പിന്റെ പെട്ടി പോലെ. വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, വിച്ച് ഫിറ്റ് ടുഗദർ. അത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് ബോക്സ് ഇൻ എ സോപ്പ് ബോക്സ്. They have silicious cell wall forming two thin overlapping shells which fit together as in a soap box. ഒരു സോപ്പ് ബോക്സ് പോലെ ഇത് ഫിറ്റ് ചെയ്ത് കിടക്കുന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? എഴുതിക്കോളൂ, എഴുതിയിട്ട് അറിയിക്കുക ഡയാറ്റത്തിനെ കുറിച്ചിട്ട്. ഇതാണ് ഡയാറ്റത്തിന്റെ പ്രത്യേകത. ഡയാറ്റത്തിന് രണ്ട് ഓവർലാപ്പിംഗ് ഷെൽ ഉണ്ട്. ഇവര് ഫോട്ടോസിന്തറ്റിക് ആണ്, ഒരു പച്ച കളറിലാണ് കാണുക, കാണുമ്പോൾ ഒരു പച്ച കളറൊക്കെയാണ്, അപ്പൊ ബ്ലാക്ക് വരച്ചോളൂ. ഇവര് ഫോട്ടോസിന്തറ്റിക് ആണ്, ആള് ഫോട്ടോസിന്തറ്റിക് ഒക്കെയാണ്. യെസ്, ഇനി ഞാനൊരു കാര്യം പറയാം, എല്ലാരും എഴുതിയോ? They have silicious cell wall forming two thin overlapping shell which fit together as in a soap box. ഒരു സോപ്പ് ബോക്സ് പോലെയാണ് ഇത് ഫിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ചോ, ഇതാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി പറയാൻ പോണ കാര്യമാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച ചോദ്യം. ഇനി പറയാൻ പോണ ഇതാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ക്രൈസോഫൈറ്റ്സിൽ ഇന്നേ വരെ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ ഡയാറ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിപ്പോ കടലാണെന്ന് വിചാരിക്കാം, ഇത് കടലിന്റെ അടിത്തട്ടാണ്. ഇവിടെ കുറേ ഡയാറ്റം ഉണ്ട്, ഡയാറ്റം ഒരുപാട് കാലം കഴിയുമ്പോൾ ഡയാറ്റത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഡയാറ്റത്തിന്റെ സെൽവാൾ ഉണ്ടല്ലോ, ആ സെൽവാള് അവര് റിമൂവ് ചെയ്യും, ഒഴിവാക്കും. ഡയാറ്റം തന്റെ സെൽവാളുകൾ ഡിപ്പോസിറ്റ് ചെയ്യും. അവർ നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ അവരുടെ സെൽവാൾ ഡിപ്പോസിറ്റ് ചെയ്യും. അവരുടെ സെൽവാളിൽ സിലിക്ക ഉണ്ടല്ലോ അല്ലെ. അവർ ഡയാറ്റത്തിന്റെ പ്രത്യേകത, അവർ നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ സെൽവാള് അവർ ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ സെൽവാള് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് അവർ സെൽവാള് ഒഴിവാക്കും. ഇപ്പൊ പാമ്പ് തന്റെ തൊലി ഊരുന്നത് പോലെ ഈ ഡയാറ്റം തന്റെ സെൽവാള് ഒഴിവാക്കും. അവർ നിൽക്കുന്ന സ്ഥലത്ത്, അവരുടെ ഹാബിറ്റേറ്റിൽ അങ്ങനെ അവരുടെ ഹാബിറ്റേറ്റിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ സെൽവാൾ ഒഴിവാക്കി
അതിങ്ങനെ മണ്ണിന്റെ ആ കടലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ കൂടി ചേർന്ന് ഒരു മണ്ണ് രൂപപ്പെടും. ഇങ്ങനെ എവിടൊക്കെ ഉണ്ടോ, എവിടൊക്കെ ഡയാറ്റ ഉണ്ടോ, ഒരുപാട് വർഷം, കോടാനിക്കോടി വർഷം കഴിയുമ്പോഴാണ് കേട്ടോ ഒരു മണ്ണ് രൂപപ്പെടുക. കടലിന്റെ അടിയിൽ ഇങ്ങനെ മണ്ണ് രൂപപ്പെടും. ഇങ്ങനെ കടലിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു മണ്ണ് രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കടലിൽ ഒരു മണ്ണ്. ഇത് ഡയാറ്റത്തിന്റെ സെൽവാള് ഡിപ്പോസിറ്റ് ചെയ്തതാണ്. ഡയാറ്റം തന്റെ സെൽവാള് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഡയാറ്റത്തിന്റെ പ്രത്യേകത എന്താ? അവർക്ക് അവരുടെ സെൽവാള് റിമൂവ് ചെയ്യാൻ പറ്റും. അവരുടെ സെൽവാള് ലെഫ്റ്റ് ചെയ്യും, അവരുടെ സെൽവാള് ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ കോടാനിക്കോടി വർഷം, ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാൽ ആ കടലിൽ നമുക്കൊരു മണ്ണ് കാണാൻ പറ്റും. ഒരു മണ്ണ്. കാരണം ഡയാറ്റത്തിന്റെ സെൽവാള് കൂടി ചേർന്നാണ്. അപ്പൊ ആ മണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്നാണ്. ഡയാറ്റോമേഷ്യസ് എർത്ത് എന്നാണ് ആ മണ്ണിനെ വിളിക്കുന്ന പേര്. മക്കളെ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഡയാറ്റം തന്റെ സെൽവാളുകൾ കടലിന്റെ അടിത്തട്ടുകളിൽ ലെഫ്റ്റ് ചെയ്യും, ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ അത് കൂടും. അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഒരുപാട് വർഷം, ഓവർ ബില്യൺസ് ഓഫ് ഇയർ, ഒരുപാട് വർഷം കഴിയുമ്പോൾ അതൊരു മണ്ണായിട്ട് രൂപപ്പെടും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനെ വിളിക്കുന്ന പേരാണ് ഡയാറ്റോമീഷ്യസ് എർത്ത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കടലിൽ അങ്ങനെ ഉണ്ടായത്. ഇങ്ങനെ ഒരു വർഷം 2 വർഷം എന്നല്ല കേട്ടോ, കോടാനിക്കോടി വർഷം എന്നാണ് ഈ പറയുന്നത്. അത് ഡയാറ്റത്തിന്റെ ഇതിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. നോക്കി, ഡയാറ്റോമീഷ്യസ് എർത്ത് കടലിൽ ഇതൊരു പൊടിയാണ്. ഈ സാധനം നമ്മൾ പലതിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് കടലിലാണ് കാണുക. ഡയാറ്റോമീഷ്യസ് എർത്ത് ഇൻ ഓഷ്യൻ, ഇൻ സീ. ഞാൻ കാണിച്ചു തരാം. കടലിൽ വെള്ളത്തിലൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ട നിങ്ങൾ? കടലിൽ ഇങ്ങനെ രൂപപ്പെടുന്നത് കാണുന്നുണ്ടോ? അറിയോ? ഓക്കെ, ഇത് 1-2 ദിവസം കൊണ്ടല്ല ഇങ്ങനെ ഉണ്ടായത് കേട്ടോ. ഡയാറ്റോമീഷ്യസ് എർത്ത് ആണിത്. അറിയോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ക്ലിയർ ആണ്? ഓക്കെ, ഡയാറ്റോമീഷ്യസ് എർത്ത്. അപ്പൊ ഡയാറ്റോമീഷ്യസ് എർത്ത് എന്താണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ സാധനമാണ് ഡയാറ്റോമീഷ്യസ് എർത്ത്. ഇങ്ങനെ ഉണ്ടാകുന്ന സാധനമാണ് ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കടലിൽ 1-2 ദിവസം കൊണ്ടൊന്നും ഉണ്ടാവുന്നതല്ല. നമുക്ക് ഇത് പഠനം നടത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് എന്നുള്ളത്, ഡയാറ്റത്തിന്റെ. അപ്പോൾ അത്രയും വർഷം മുന്നേ ഭൂമി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ്. നോക്കാം, നമുക്ക് പിന്നീട് നോക്കാം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഡയാറ്റോമീഷ്യസ് എർത്ത് എന്നുള്ളത് ഞാൻ ഇവിടെ പറയും. എല്ലാവരും അത് അടിപൊളിയായിട്ട് എഴുതിയെടുക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. നോക്കാം. അപ്പൊ എന്താണ് ഡയാറ്റോമീഷ്യസ് എർത്ത് എന്നുള്ളത് ഞാൻ എഴുതാം. ഒരു മിനിറ്റ്, പെണ്ണ് നിർത്തോട്ടെ. ശ്രദ്ധിച്ചു. ഡയാറ്റോമീഷ്യസ് എർത്ത് എന്താണ് ഞാൻ അടിയിൽ തന്നെ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോ. അപ്പൊ ഇവരുടെ സെൽവാൾ ഡിപ്പോസിറ്റ് ആണ് അല്ലെ. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതാണ്. ദി സെൽവാൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായത്. ദി സെൽവാൾ ഇതിന്റെ കൂടെ തന്നെ എഴുതിക്കോ. ദി സെൽവാൾ ഡിപ്പോസിറ്റ് ഓഫ് ഡയാറ്റംസ് ആർ ഡയാറ്റംസ് ഒരുപാട് വർഷം അല്ലെ. Of diatoms over billions of year, ഒരുപാട് വർഷം ഡിപ്പോസിറ്റ് ചെയ്തത്. ഓവർ billions of years in their habitat, അവരുടെ ഹാബിറ്റേറ്റിൽ, അവർ നിൽക്കുന്ന സ്ഥലത്ത്, in their habitat is known as അതിനെ വിളിക്കുന്ന പേര് എന്താണ്? അതിനെ വിളിക്കുന്ന പേര് is known as diatomaceous earth. അതിനെ വിളിക്കുന്ന പേരാണ് diatomaceous earth എന്നാണ് വിളിക്കുക. diatomaceous earth. ഓക്കെ, diatomaceous earth പലതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. ഈ സാധനം പലതിനു വേണ്ടി ഉപയോഗിക്കും. പോളിഷിങ്ങിന്, ഫിൽട്രേഷൻ ഒക്കെ യൂസ് ചെയ്യും. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത് ഞാനിങ്ങനെ എഴുതാണ്. ഇതിന്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഈ മണ്ണിന്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ദിസ് ഈസ് യൂസ്ഡ് ഇൻ പോളിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാണ്. പോളിഷ് ചെയ്യാൻ, ഇൻ പോളിഷിങ്. അതുപോലെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, പലതും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പോളിഷിങ്. ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ്
ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഓയിൽസ് ആൻഡ് സിറപ്സ്, അതായത് ഓയിലുകളും മരുന്നുകളൊക്കെ എന്താ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് ഉപയോഗിക്കാറുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. The cell wall deposit of diatoms over billions of years in their habitat. അതിനെയാണ് ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് വിളിക്കുക. ഞാൻ കാണിച്ചത് എല്ലാം ഞാൻ കാണിച്ചു നിൽക്കണേ. ഇനി നിങ്ങൾ ഇതൊന്നും സാറേ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇത് എവിടെ കാണുന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഒക്കെ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ക്രൈസോഫൈറ്റ്സിലെ ഒരു വിഭാഗമാണ് ഡയാറ്റം. ഡയാറ്റത്തിന്റെ സെൽവാള് സിലിക്ക ഉണ്ട്, അങ്ങനെയൊക്കെ. ഓക്കെ ആണെങ്കിൽ പറയാം. ഇതോടുകൂടി നമ്മുടെ ക്രൈസോഫൈറ്റ്സ് തീരാൻ പോവാണ്. ഞങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കണാണ്, ബോർഡ് എക്സാമിന് ചോദിക്കണാണ്. ഓക്കെ, വേറൊരു കാര്യം കൂടി പറയട്ടെ ഞാൻ. ഈ ഡയാറ്റത്തിന്റെ വേറെ പ്രത്യേകത എന്താ അറിയോ? ഡയാറ്റാണ് ഈ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ആള്. ഈ ഡയാറ്റാണ്. അതുകൊണ്ട് തന്നെ ഡയാറ്റത്തിന് നമ്മളൊരു പേര് പറയാറുണ്ട്. ഡയാറ്റം ഏറ്റവും കൂടുതൽ, അതായത് സ്വന്തമായിട്ട് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് ഡയാറ്റം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കടലില് എനർജി ഉണ്ടാക്കുന്ന ഒരാളാണ് ശരിക്കും. പ്രാഥമിക ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഡയാറ്റാണ് ശരിക്കും. ഡയാറ്റംസ് ആർ നോൺ ആസ്, ഡയാറ്റത്തിനെ വിളിക്കുന്ന പേരുണ്ട്. ഡയാറ്റം സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളെ പ്രൊഡ്യൂസർ എന്നാണ് വിളിക്കുക. ഞാനിവിടെ എഴുതാണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്, ഡയാറ്റംസ് ആർ ദി ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയാം. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ. കടലിലെ പ്രാഥമിക ഉൽപാദകർ എന്നാണ് ഡയാറ്റത്തിനെ നമ്മൾ വിളിക്കുക. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. കാരണം എന്താ? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത്. മീനുകളും ഇവരെ തിന്നുന്ന കുറച്ച് ആളുകളുണ്ട്, ചില വെള്ളത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ഇവരെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ, കടലിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഇതോടുകൂടി നമ്മുടെ ക്രൈസോഫൈറ്റ്സ് തീരാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളി ക്രൈസോഫൈറ്റ്സിനെ കുറിച്ചിട്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തത് പറയാൻ പോണത് ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറയാൻ പോകുന്നത് ഡൈനോഫ്ലജലേറ്റ്സ്. ശ്രദ്ധിച്ചോളൂ. ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് എഴുതാം. രണ്ടാമത്തെ ആളാണ് ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരും കിടന്നുകൊണ്ടും ക്ലാസ് കേൾക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരും ഉറങ്ങിയോണ്ടും ക്ലാസ് കേൾക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കറക്റ്റ് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഇത്രയും നല്ല എന്താ പറയാ സമാധാനത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നിങ്ങളായിട്ട് നശിപ്പിക്കണ്ട. നല്ല വൃത്തിക്ക് എപ്പോഴും കറക്റ്റ് 7 മണിക്കൊക്കെ നീച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഉറങ്ങിക്കൊണ്ടാവരുത്. ഇനി ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചോളൂ. ഡൈനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ പ്രത്യേകത,
ഇവർക്ക് ഫ്ലജല്ല ഉണ്ട് എന്നാണ്. ഇവർക്ക് ഫ്ലജല്ല ഉണ്ട്, ഡയനോഫ്ലജലേറ്റ്സിന്. ഇവരുടെ ബോഡിയിൽ ഞാൻ കാണിച്ചു തരാം വരെ ഡയനോഫ്ലജലേറ്റ്സിനെ കാണിച്ചു തരാം. നോക്കൂ, ഡയനോഫ്ലജലേറ്റ്സിനെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ഡയനോഫ്ലജലേറ്റ്സിനെ ഞാൻ കാണിച്ചു തരാം. ഡയനോഫ്ലജലേറ്റ്സിനെ കാണിച്ചു തരാം. ഇതാ അവരുടെ ബോഡി കാണുമ്പോൾ നോക്കൂ, ഇതാണ് അവരുടെ ബോഡി. ഇതാണ് അവരുടെ ബോഡി എന്ന് പറയുന്നത്. ശരിക്ക് ഡയനോഫ്ലജലേറ്റ്സിനാണ് ഈ കാണുന്നത്. അവർക്ക് ഫ്ലജല്ല ഉണ്ട്, 2 ഫ്ലജല്ല ഒക്കെ ഉണ്ട്. ഡയനോഫ്ലജലേറ്റ്സിന് 2 ഫ്ലജല്ല ഒക്കെ ഉണ്ട്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഡയനോഫ്ലജലേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡയനോഫ്ലജലേറ്റ്സ് ഇതാ ഇവിടെ ശ്രദ്ധിക്കുക. ഈ ചിത്രം നോക്കുക നിങ്ങൾ. ഡയനോഫ്ലജലേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിറ്റ്. ഈ ഡയനോഫ്ലജലേറ്റ്സിനെ നിങ്ങൾ അതൊന്നും നോക്കണ്ടെങ്കിൽ ഈ ചിത്രം മാത്രം നോക്കുക. ഈ ഡയനോഫ്ലജലേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡയനോഫ്ലജലേറ്റ്സിന്റെ ഇവിടെ കണ്ട ഒരുപാട് പ്ലേറ്റുകൾ, ഇവരുടെ സെൽവാളാണിത്. ഇത് ഇവരുടെ സെൽവാളാണ്. ഇത് നോക്കണ്ടേ, ഇത് നോക്കണ്ട, ഇവിടെ ശ്രദ്ധിക്കും. ഇത് ഡയനോഫ്ലജലേറ്റ്സ് ആണ്. ഡയനോഫ്ലജലേറ്റ്സിന് ഇവിടെ ഒരു ഫ്ലജല്ല ഉണ്ട്, ഇവിടെ ഒരു ഫ്ലജല്ല. അതേമാതിരി ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്ലജല്ല കാണുന്നുണ്ട്, ശ്രദ്ധിക്കണ്ടാവും. ഇവിടെ മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല. ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്ലജല്ല ഉണ്ട്, ഇവിടെ ചെറുങ്ങനെ ഒരു ഫ്ലജല്ല. അതേമാതിരി ഇവിടേക്ക് ഒരു ഫ്ലജല്ല ഉണ്ട്. ഇതാണ് ഡയനോഫ്ലജലേറ്റ്സ്. ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക്, ഞാൻ പിന്നീട് ഒരു കാര്യം പറയാം. ഇതാണ് ഡയനോഫ്ലജലേറ്റ്സ്. ഡയനോഫ്ലജലേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഡയനോഫ്ലജലേറ്റ്സിന്റെ സെൽവാള്, അവിടെ സെൽവാള് ഇങ്ങനെ സെല്ലുലോസ് പ്ലേറ്റ് കാണാം. ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ ഇങ്ങനെ കാണാം. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവരുടെ സെൽവാളില് സെല്ലുലോസ് പ്ലേറ്റ്സ് കാണുന്നുണ്ട്. സെല്ലുലോസ് പ്ലേറ്റ്സ് കാണുന്നുണ്ട്. സെല്ലുലോസ് പ്ലേറ്റ് ആണിത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് സെല്ലുലോസ് പ്ലേറ്റ്. ഇവിടെ സെൽവാളിന്റെ പുറത്ത് കാണുന്നതാണ്. ഇവിടെ സെൽവാളിന്റെ പുറത്ത് ഇങ്ങനെ സെല്ലുലോസ് പ്ലേറ്റ് കാണാം. ഇവർക്ക് ഫ്ലജല്ല ഉണ്ട്, ഇവർക്ക് ഫ്ലജല്ല ഉണ്ട്. വേണമെങ്കിൽ വേറൊരു ചിത്രം കാണിക്കാൻ പറ്റും, ശ്രദ്ധിക്കണേ. ഞാൻ വേറൊരു ചിത്രം ഉണ്ടോ നോക്കട്ടെ. ഇതാ ഇതാ ഇവിടെ ശ്രദ്ധിക്കുക. ഇതാ ഈ ചിത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഇവരുടെ സെല്ലുലോസ് പ്ലേറ്റ്. സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റ് ആണ് ഇത്. ഡയനോഫ്ലജലേറ്റ്സ് ആണ്. ഇത് സെല്ലുലോസ് പ്ലേറ്റ് ആണ്, ഇവരുടെ ബോഡിയിൽ കാണുന്ന സെല്ലുലോസ് പ്ലേറ്റ്. ഇവിടെ കാണുന്നത് ഫ്ലജല്ല, ഒരു ഫ്ലജല്ല ഇങ്ങനെ കാണുന്നു. സൈഡിലേക്ക് ഒരു ഫ്ലജല്ല കാണുന്നുണ്ട്. അങ്ങനെയാണ് ഡയനോഫ്ലജലേറ്റ്സ്. ഇതാ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണുന്നില്ലേ? ഇത് കാണുന്നില്ല നിങ്ങൾ? മനസ്സിലായോ? ഞാൻ മനസ്സിലായി എന്നുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് പറയണേ, ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഡയനോഫ്ലജലേറ്റ്സിനെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ സെല്ലുവാൾ ഉണ്ടാക്കിയത് ഒരു ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ ഓരോരോ പ്ലേറ്റ്, സെല്ലുലോസ് പ്ലേറ്റ് കാണാം. ഇതേമാതിരി ഒരു ഫ്ലജല്ല അവർക്ക് ഇങ്ങനെ കാണാം. ഇവിടെ ഒരു ഫ്ലജല്ല, സൈഡിൽ ഒരു ഫ്ലജല്ല, ഇങ്ങനെ കാണാം. അപ്പൊ ഞാനിവിടെ പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ചോളൂ. ഞാൻ ഡയനോഫ്ലജലേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അത് എവിടെ കാണുക? ഡയനോഫ്ലജലേറ്റ്സ് വെള്ളത്തിലാണ് കാണുട്ടോ. ദേ ആർ മറൈൻ, മോസ്റ്റ്ലി മറൈൻ. ഇവര് കൂടുതലും മറൈൻ ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്, കടലിലാണ് കാണുക. ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആണ് ഇവര്. പ്രകാശ സംശ്ലേഷണം നടത്തും. ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആണ് ഇവര്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ആളാണ് ഡയനോഫ്ലജലേറ്റ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് പ്ലാന്റിന്റെ ക്യാരക്ടർ ഉണ്ട്. ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയില് സസ്യങ്ങളുടെ ക്യാരക്ടർ കണ്ട, ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി അടുത്ത പോയിന്റ്, ഇവരുടെ സെൽവാളില് സെല്ലുലോസ് പ്ലേറ്റ് കാണാൻ പറ്റും അല്ലേ? ദ സെൽവാൾ ഹാസ്, ഇവരുടെ സെൽവാളില് ഇവരുടെ സെൽവാളിൽ എന്തുണ്ട്? ദി സെൽവാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്. സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് എന്നാണ് പറയാ. അതായത് അവരുടെ സെൽവാളിൽ കാണുന്നത്, നിങ്ങൾ ആരും എഴുതല്ലേ കേട്ടോ. ദ സെൽവാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്. അവർക്ക് സെൽവാളിൽ ഇങ്ങനെ സെല്ലുലോസ് പ്ലേറ്റ് കാണുന്നുണ്ട്. സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഓൺ ദെയർ എവിടെ? ഓൺ ദെയർ ഔട്ടർ സർഫേസ്. ഓൺ ദി ഔട്ടർ സർഫേസ്. പുറത്ത് നമ്മൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓൺ ദി ഔട്ടർ സർഫേസ്. പിന്നെ അവർക്ക് 2 ഫ്ലജല്ല ഉണ്ട് അല്ലെ? ദേ ഹാവ് 2 ഫ്ലജല്ലം. അവർക്ക് 2 ഫ്ലജല്ല ഉണ്ട്. അതാണ് ഇവിടെ ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയാൻ കാരണം. ദേ ഹാവ് 2 ഫ്ലജല്ല. മക്കൾ ഒരു കാര്യം നിങ്ങൾ ആരും എഴുതല്ലേ? ദേ ഹാവ് 2 ഫ്ലജല്ല. ഇവരുടെ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണേ. സെല്ലുലോസ് പ്ലേറ്റ്, ഇത് ഇവരുടെ സെല്ലുലോസ് പ്ലേറ്റുകളാണ്. ഇവർക്ക് ഇങ്ങനെ സെല്ലുലോസ് പ്ലേറ്റ് ഉണ്ട്. ഇവരുടെ സെല്ലുലോസ് പ്ലേറ്റ് ആണ്. അതേമാതിരി ഇവിടെ ഇങ്ങനെ സെല്ലുലോസ് പ്ലേറ്റ് കാണുന്നുണ്ട്. സെല്ലുലോസ് പ്ലേറ്റ്
അതേമാതിരി ഇവിടെ ഇങ്ങനെ സെല്ലുലോസ് പ്ലേറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതാണ് ഡയനോഫ്ലജലേറ്റ്സ്. ഓക്കെ, ഇവർക്ക് ഫ്ലജല്ല ഉണ്ട്. ഇവരുടെ ഫ്ലജല്ല ഒന്ന് ഇതാ ഇങ്ങനെയുള്ള ഫ്ലജല്ല കണ്ട, ഒന്ന് മറ്റേത് സൈഡിലേക്കുള്ള ഫ്ലജല്ല. രണ്ട് ഫ്ലജല്ലാണ് കാണുന്നത്, രണ്ട് ഫ്ലജല്ല. ഈ ഫ്ലജല്ലിനെ ഞാൻ വിളിക്കുന്ന പേരെന്താണ്? ഈ ഫ്ലജല്ലിനെ ഞാൻ വിളിക്കുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലം എന്നാണ് ഇതിനെ വിളിക്കുക. ഇങ്ങനെ നേരെ കാണുന്ന ഫ്ലജല്ലക്ക് വിളിക്കുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലം എന്നാണ്. ഞാനിവിടെ എഴുതുകയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലം, ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലം. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലം. ഇവിടെ ഇങ്ങനെ ഈ സൈഡിലേക്ക് കാണുന്ന ഫ്ലജല്ലത്തിനെ വിളിക്കുന്ന പേര്, ഇതിനെ വിളിക്കുന്ന പേര് ട്രാൻസ്വേഴ്സ് ഫ്ലജല്ലം എന്നാണ് വിളിക്കുക. ട്രാൻസ്വേഴ്സ് ഫ്ലാജല്ലം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. ട്രാൻസ്വേഴ്സ് ഫ്ലജല്ലം, ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലം, ട്രാൻസ്വേഴ്സ് ഫ്ലജല്ലം. ഇങ്ങനെ രണ്ട് ഫ്ലജല്ലം ഉണ്ട്. നിങ്ങൾ ഈ ചിത്രം വരക്കണം, ഈ 3 പോയിന്റ് എഴുതണം. ഈ 3 പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഡയനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നല്ല വൃത്തിയിൽ എഴുതിയെടുത്തോളൂ, നല്ല വൃത്തിയിൽ. നമുക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾ കുറെ ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഓ എത്രത്തോളം പഠിക്കാനുണ്ടെന്ന്. പക്ഷെ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ വളരെ കുറച്ചുള്ളായിരുന്നു എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും, നിങ്ങളെ കുഞ്ഞു ബുദ്ധിക്ക് തോന്നും അയ്യോ ഇത് കുറെ പഠിക്കാനുണ്ടല്ലോ എന്ന്. സാറ് കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ് ഇതൊക്കെ ഇപ്പൊ തോന്നുന്നതാണ്. അപ്പൊ ഇപ്പൊ മര്യാദക്ക് ഇത് പഠിച്ചു പോയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്കുള്ള തോന്നലുകളൊക്കെ വെറുതെ ഉള്ള തോന്നലുകളാണ്. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും എഴുതിക്കും, മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നോക്കിയാൽ മതി, ബാക്കി നിങ്ങളെ കൂടെ വരും. നല്ല വൃത്തിക്ക് നല്ല ആത്മാർത്ഥമായിട്ട് ക്ലാസ് കേൾക്കണം. അതാണ്. അല്ലെങ്കിൽ കിടക്കപ്പാഴയിൽ ഇങ്ങനെ ഫോണിൽ നോക്കി ഇരുന്ന് ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്താ പറയാ ഉറങ്ങിയോണ്ട് ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ അത് വീഡിയോ ഓൺ ആക്കിയിട്ട് പോവുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടില്ല, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ഉള്ളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾക്കും ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാനുള്ള കഴിവും ഒക്കെ തരിക. അങ്ങനെ തന്നെയാണ്. കുറച്ചൊന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ, ഇതുവരെ എഴുതിക്കോളൂ. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഫോർ യുവർ വെൽഫെയർ. ഇത് വരച്ചോളൂ. യെസ്, എല്ലാവരും എഴുതിയെന്നാണ് എന്നോട് പറയുന്നത്. എല്ലാവരും എഴുതിയെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്. ഈ പറയുന്ന ഡയനോഫ്ലജലേറ്റ്സ് ഇവര് ഫോട്ടോസിന്തറ്റിക് ആവുമ്പോൾ ഇവരുടെ ശരീരത്തിൽ പിഗ്മെന്റ് കാണോ ഇല്ലേ? പറ. ഇവർ ഫോട്ടോസിന്തറ്റിക് ആവുമ്പോൾ ഇവരുടെ ശരീരത്തിൽ പിഗ്മെന്റ് കാണോ ഇല്ലേ? പറ. വർണ്ണക വസ്തുക്കൾ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറ. തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഇവരുടെ ബോഡിയിൽ, ഇവരുടെ സെല്ലില് പിഗ്മെന്റ് കാണും. ഈ ഡയനോഫ്ലജലേറ്റ്സ് ഒരുപാട് കളറിൽ കാണും, വ്യത്യസ്ത കളറിൽ കാണും. ചോപ്പ്, നീല, പച്ചല്ല, ബ്രൗണ്, അങ്ങനെ ഒരുപാട് കളറിൽ ഇത് കാണുന്ന ആളാണ്. കാരണം ഇവരുടെ ബോഡിയിൽ പിഗ്മെന്റ് ഉണ്ട്, ഇവരുടെ ബോഡിയിൽ പിഗ്മെന്റ്സ് പ്രസന്റ് ആണ്, ഇവരുടെ ബോഡിയിൽ പിഗ്മെന്റ്സ് പ്രസന്റ് ആണ്. പല കളറിലും കാണും ഇവര്. അപ്പൊ ഞാനിവിടെ എഴുതാണ് ഇങ്ങനെ എഴുതാണ്, ഇവര് പല കളറിലും കാണുന്നു. ഞാനിവിടെ എഴുതാണ് ദേ അപ്പിയർ. അവർ പല കളറിലും കാണുന്നു. ദേ അപ്പിയർ, അവർ കാണുന്നു. ദേ അപ്പിയർ എങ്ങനത്തെ കളറില്? യെല്ലോ, മഞ്ഞ കളറില്. യെല്ലോ, അതുപോലെ പച്ച, പച്ച ഉണ്ട് കേട്ടോ, ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്, ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ വരെ കാണാൻ പറ്റും. ബ്ലൂ ഓർ റെഡ് എന്തിന്റെ ബേസിലാണ്? അവരുടെ ബോഡിയിൽ കാണുന്ന പിഗ്മെന്റ്സ് റെഡ് എന്തിന്റെ ബേസിലാണെന്ന് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. എന്തിന്റെ ബേസിലാണ്? ഓൺ ദി മെയിൻ പിഗ്മെന്റ്, based on the main pigments. അവരുടെ ബോഡിയിൽ കാണുന്ന പിഗ്മെന്റ്സ്, മെയിൻ പിഗ്മെന്റ്സ് present in the cell അല്ലേ? മെയിൻ പിഗ്മെന്റ്സ് present in their cell. ഇത് എഴുതിയോ? they appear yellow, green, brown, blue or red based on the main pigments present in their cells. എല്ലാരും എഴുതിയോ മക്കളെ? എടാ, ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളിത് ആരോട് പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
നിങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ഫിലിം കണ്ടിട്ടുണ്ടോ? എനിവൺ? കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ഫിലിം, സൗബിൻ ഷായർ ഒക്കെ ഉള്ള ഒരു ഫിലിം. സൗബിൻ കണ്ടിട്ടുണ്ടാവൂലേ? ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ പോവാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. അതായത് അതിലൊരു നടനുണ്ടല്ലോ, മുണ്ടാതെ അഭിനയിക്കുന്ന ഒരു ചെങ്ങായി, അത്യാവശ്യം, എന്താണ് അവന്റെ പേരെന്തായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓ, ആരാണ്? ഒരു മുണ്ടാതെ അഭിനയിക്കുന്നത്, ഈ തോണിയിൽ ഇങ്ങനെ വരും, അവരിങ്ങനെ കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് തോണിയിലേക്ക് ഇങ്ങനെ വരും. ശ്രീനാഥ്. അവന്റെ മക്കളെ, നിങ്ങളുടെ ഒക്കെ തൊള്ള ഇപ്പോഴാണ് അനങ്ങിയത്. അരിസ്റ്റോട്ടിൽ ആരാന്ന് വെച്ചാൽ നിങ്ങൾ പറയോ? ഇല്ലല്ലോ. ശ്രീനാഥ് ബാസി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾ പറയും. എന്താലേ, തോണി എന്ന് പറഞ്ഞാൽ തന്നെ ശ്രീനാഥ് ബാസിയുടെ പേര് വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്തൊരു കഷ്ടാണ്. ഈ ക്ലാസ് എടുക്കണ എന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ? എന്റെ പേരെന്താന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ മക്കളെ, എന്റെ പേരെന്താന്നറിയോ? ആവു, പറച്ചോനെ ഭാഗ്യമുണ്ട്. അരിസ്റ്റോട്ടിൽ ആരാന്നറിയോ നിങ്ങൾക്ക്? അരിസ്റ്റോട്ടിൽ ആരാന്നറിയോ? ആവു പറച്ചോനെ, നിങ്ങൾ ആയിക്കോട്ടെ. ഈ സിനിമയില് കുമ്പളങ്ങി നൈറ്റ്സില് ഞാൻ സൗബിൻ ഷായറായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ സൗബിൻ ഷായർ പറഞ്ഞു, ഇത്ര ഗ്ലാമർ ഉള്ള ഒരു വ്യക്തി ഇവിടെ അഭിനയിക്കണ്ട, നീ ഇവിടെ അഭിനയിക്കണ്ട, എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടിയത് ഇന്റെ തെറ്റല്ലല്ലോ, പടച്ചോൻ തന്നല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു സൗബിൻ ഷായർ, ഈ അഭിനയിക്കണ്ട, എനിക്ക് എന്തെങ്കിലും ബുദ്ധി പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, ആ സിനിമയിൽ ഒരു പാട്ട് സീന് നമുക്ക് വെക്കുമ്പോ ഞാൻ ബയോളജിക്കലായിട്ട് നിങ്ങൾക്ക് ഒരു ഗുണം പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ സൗബിൻ ഷായർ ചോദിച്ചു, എന്താ പറയാൻ പോണെന്ന് ചോദിച്ചു. അതായത് ശ്രീനാഥ് ബാസിയും ഒരു ജമൈക്ക പെണ്ണുണ്ടല്ലോ, ഒരു എന്താണ് ആഫ്രിക്കന്ന് എവിടുന്ന് വന്നൊരു പെണ്ണ്, അവർ തമ്മിലുള്ള ഒരു പാട്ടിന്റെ ഒരു സീനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അവർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ കളേർഡ് ആയിട്ട് ഇങ്ങനെ കാണും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ സീന് കണ്ടിട്ടുണ്ടോ? ആ പാട്ടില് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ ആരും ഉണ്ടാത്തത്? ഞാൻ അത് കണ്ടിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും പറയുന്ന വെച്ചിട്ടാണോ? ആ പാട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവര് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ബ്ലൂ കളറായിട്ട് ഇങ്ങനെ കാണുന്നത് കണ്ടിട്ടുണ്ടോ? എനിവൺ? അത് കണ്ടിട്ടില്ല? നിങ്ങൾ എന്താ പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടത്? കുമ്പളങ്ങ കണ്ടത്? എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല. അതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം അതാണ്. നിങ്ങൾ അതറിയില്ല. ഇനിയിപ്പോ ആ സിനിമ എടുക്കേണ്ടി വരുമോ? ഞാൻ സിനിമ പറയേണ്ടി വരും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്? വേണ്ട, ആ സിനിമ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? കടല് ഇങ്ങനത്തെ ഒരു കളർ കണ്ടിട്ടുണ്ടോ? എനിവൺ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിലുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ് അങ്ങനെ കിട്ടും. കുമ്പളങ്ങി നൈറ്റ്, ഇതൊക്കെ സ്പെല്ലിംഗ് തന്നെയാണോ? വേറെ യെസ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. കണ്ട ശ്രീനാഥ് ബാസി ഇറങ്ങിക്കുന്നത് കണ്ടില്ല? നിങ്ങള് കണ്ടില്ലേ? യെസ്, ഇത് കാണണം. ഇത് ബ്ലൂ. ഇത് ശരിക്കും എന്താണെന്നറിയോ മക്കളെ? ഇത് ഈ വെള്ളത്തില് ഒരു ജീവി ഉണ്ട്, നോക്ടിലൂക്ക എന്ന് പറയുന്ന ഒരു ജീവിയാണ്. നോക്ടിലൂക്ക എന്ന് പറഞ്ഞ ജീവി, ആ ജീവിയിൽ കളർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുക ബ്ലൂ ടൈഡ് എന്നാണ് വിളിക്കുക. ഇങ്ങനത്തെ ഓർഗാനിസം നമ്മൾ അതിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആ ഓരോ ഓർഗാനിസം, ഇത് രാത്രി കാലങ്ങളിലാണ് ഇത് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആവുക. എന്നാൽ ഇതൊക്കെ എന്തിനാണ് സാറ് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. അവന്റെ ചെങ്ങായെ, ഇവിടെ മഴ ഒന്നും പെയ്യുന്നില്ല അമീർ ഷാഹിദ്, ഇങ്ങനൊക്കെ ചളിയടിക്കാന് തെറിക്കുണ്ട്. എന്തൊരു കഷ്ടമാണ് നിങ്ങള്. എന്റെ ഹൃദയവേദന ആയിപ്പോയി നിങ്ങൾ ഇങ്ങനൊക്കെ പറയുമ്പോ. അമീർ ഷാഹിദ് ഇങ്ങനെ പറയുമ്പോ ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെങ്കിലും ഒക്കെ കൊണ്ടുവരുമ്പോ ഓൻ അതിനെ കുറിച്ച് എന്തൊക്കെയോ പറയാ. ഞാൻ എങ്ങനെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഓൻ്റെതായ തിയറികള്, അമീർ ഷാഹിന്റെ തിയറികളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെങ്കിലും എന്റെ മക്കൾക്ക് മനസ്സിലാവോന്ന് ചോദിക്കും. ഇവിടെ ശ്രദ്ധിച്ചോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ, രസാണ്. ഇങ്ങനെ നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യണം, കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചോളൂ. അതായത് ഞാൻ പറയാൻ പോണ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ഓർഗാനിസം ഇതേമാതിരി കളർ ഉണ്ടാക്കും. ഇതേപോലെ നമ്മളുടെ ഡൈനോഫ്ലജലേറ്റ്സിൽ പെട്ട ഒരാളുണ്ട് ഇതേപോലെ. പക്ഷെ അത് എന്താണ്, രാത്രിയല്ല എന്നുള്ളൂ. അതായത് നമ്മളുടെ ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്ന സാധനം, ഡൈനോഫ്ലജലേറ്റ്സ്
കടലില് ഡൈനോഫ്ലജലേറ്റ്സിന്റെ ചുവപ്പ് കളറുള്ള ഡൈനോഫ്ലജലേറ്റ്സ്, ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം. ചുവപ്പ് കളറുള്ള റെഡ് ഡൈനോഫ്ലജലേറ്റ്സ്, അവരുടെ എണ്ണം കൂടും. ഞാൻ നേരത്തെ കാണിച്ചത് വെറുതെ കേട്ടോ, അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. അതൊരു ബ്ലൂ ടൈഡ് എന്നാണ് അതിനെ വിളിക്കുക. ഈ പറയാൻ പോണ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് റെഡ് ടൈഡ്. കണ്ട, റെഡ് ടൈഡ്. ഇതെന്താണെന്ന് അറിയോ? റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റെഡ് ഡൈനോഫ്ലജലേറ്റ്സ്, അതായത് ചുവപ്പ് കളറുള്ള നമ്മുടെ ഡൈനോഫ്ലജലേറ്റ്സ് ഉണ്ടല്ലോ, അവരുടെ നമ്പർ കൂടും. അവരുടെ നമ്പർ കൂടുമ്പോ കടലൊരു ചുവപ്പ് കളറായിട്ട് മാറും. കടലൊരു ചുവപ്പ് കളർ. കണ്ട, കടല് ചുവപ്പ് കളറായിട്ട് മാറുന്നത് ഇത് നമുക്ക് കാണാൻ പറ്റും. നോക്കണേ, റെഡ് ഡൈനോഫ്ലജലേറ്റ്സ്. പേര് ഗോണിയു അലക്സ് എന്നാണ്. ഗോണിയു അലക്സ് എന്നാണ് ആ ഡൈനോഫ്ലജലേറ്റ്സിന്റെ പേര്. ഒരു പ്രത്യേകത എന്താ റെഡ് ടൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ എണ്ണം കൂടുന്ന സമയത്ത് കടൽ ഒരു ചുവപ്പ് കളറായിട്ട് ഫീൽ ചെയ്യും. ആ ചുവപ്പ് കളറായിട്ട് ഫീൽ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റെഡ് ടൈഡ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ റെഡ് ടൈഡ് ഇങ്ങനെ ആവുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റെഡ് ടൈഡ് ആവുമ്പോൾ ചെറിയ വിഷയമുണ്ട്. എന്താണെന്നറിയോ? മീനുകളൊക്കെ ഇങ്ങനെ ചാവാൻ തുടങ്ങും. മീനുകൾ, അതായത് ഈ സമയത്ത് കടലിൽ ഉണ്ടാകുന്ന കണ്ട മീനുകൾ ചത്ത് കിടക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? മീനുകൾ ചത്ത് കിടക്കണേ. ഈ റെഡ് ഡൈനോഫ്ലജലേറ്റ്സിന്റെ നമ്പർ കൂടുന്ന സമയത്ത് മീനുകൾ കില്ല് ചെയ്യപ്പെടുകയാണ്, കൊല്ലുകയാണ്. മീനുകളെ കൊല്ലുന്നതല്ല, മീനുകൾ ചത്തുപോവാണ്. കാരണം ആ സമയത്ത് ഇത് ടോക്സിൻ റിലീസ് ചെയ്യുന്നുണ്ട്, വിഷപദാർത്ഥം. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യണത് ഈ പറയുന്ന മീനുകളൊക്കെ ചാവാൻ കാരണം. കണ്ട, മീനുകളൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നത് കണ്ടില്ലേ? ഇതിപ്പോ വേറെ എന്തോ റീസൺ ആണ്. ഇതാ റെഡ് ടൈഡ് ഫിനോമിന. ശരിക്കും കണ്ടോടെ, റെഡ് ടൈഡ് ഫിനോമിന. അറിയോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? എന്താന്ന് മനസ്സിലായോ? അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് ബ്ലൂ ടൈഡ്. അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു സാധനം ആയതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോ ഞാനിവിടെ പറയാൻ പോണ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും അപ്പോ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ പറയാൻ പോണ കാര്യം, അതായത് ഇത് ആരാ ഉണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോണിയു അലക്സ് എന്ന് പറയുന്ന ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. അപ്പൊ ഞാൻ അടുത്ത പോയിന്റിൽ എഴുതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ ഇവിടെ എഴുതാൻ പോണത് റെഡിങ്ങിൽ തന്നെ എഴുതാം അല്ലെ? റെഡ് ഡൈനോഫ്ലജലേറ്റ്സ്, അതായത് റെഡ് ഡൈനോഫ്ലജലേറ്റ്സ്. അതിന്റെ എക്സാമ്പിൾ ആരാണ്? അതിന്റെ എക്സാമ്പിള് ഗോണിയു അലക്സ് എന്നാണ്. അതിന്റെ എക്സാമ്പിള് ഗോണിയോ അലക്സ് എന്നാണ്. ഓക്കെ, അതിന്റെ പേരാട്ടോ ഗോണിയോ അലക്സ്. റെഡ് കളറുള്ള ഡൈനോഫ്ലജലേറ്റ്സ്, ഗോണിയോ അലക്സ്. ഇവർ പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്യും. ഇവരുടെ എണ്ണം കൂടും. അണ്ടർഗോ എന്നുള്ളത് ഇങ്ങനെയല്ല എഴുതാം. അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. പെട്ടെന്ന് തന്നെ അവർ മൾട്ടിപ്പിൾ ചെയ്യും. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. അവർ പെട്ടെന്ന് തന്നെ അവരുടെ എണ്ണം കൂടും. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോ കടലൊക്കെ എന്ത് കളറായിട്ട് മാറും? സോ ദാറ്റ് സി എന്ത് കളറായിട്ട് മാറും? സി അപ്പിയേഴ്സ് റെഡ്. ഇറ്റ് ഈസ് കോൾഡ് ഇതിനെ വിളിക്കുന്ന പേരാണ്. അതിനെ വിളിക്കുന്ന പേരാണ്. എന്റെ ഷാമിലെ, എന്റെ വീഡിയോസ് ഇവിടെ കാണുന്നുണ്ട്. ഷാമിലൊക്കെ സോഫയിൽ കിടന്ന് മറിയാണ്. ശരിക്കും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ പടച്ചോൻ ചിലപ്പോ ഇങ്ങനെ കാണിച്ചു തരും നിങ്ങൾ എന്തൊക്കെ കാട്ടണമെന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാം. റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ സോ ദാറ്റ് സി അപ്പിയേഴ്സ് റെഡ്. ഇറ്റ് ഈസ് കോൾഡ്. അതിനെ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് എന്താ വിളിക്കുക? എന്താ വിളിക്കുക മക്കളെ? എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് റെഡ് ടൈഡ് എന്നാണ് വിളിക്കുക. ഈ സമയത്ത് എന്താണ്? ഡ്യൂറിംഗ് ദിസ് ടൈം അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ടോക്സിൻ. ഡ്യൂറിംഗ് ദിസ് ടൈം അവരെന്ത് റിലീസ് ചെയ്യും? They release toxins.
ദാറ്റ് കിൽ അതെന്ത് ചെയ്യും? ദാറ്റ് കിൽ ഫിഷസ്. ദാറ്റ് കിൽ ഫിഷസ്, മീനുകളെ അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസത്തിനൊക്കെ കൊല്ലും. ഇതാണ് റെഡ് ഡൈനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. റെഡ് ഡൈനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതാണ്. മക്കളെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊക്കെ ക്ലാസ് കേൾക്കണേ. ഞാൻ തമാശ പറയല്ല, ഐ ആം വെരി സീരിയസ് അബൌട്ട് ദാറ്റ്. എനിക്ക് വളരെ വിഷമമുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് ഒരു ക്ലാസ് കേൾക്കുന്ന ഫീലിങ്സിലേക്ക് നിങ്ങൾ വരണം. എനിക്കറിയാം നിങ്ങൾ രാത്രി ഉറങ്ങി നീക്കാൻ കുറച്ച് സമയമൊക്കെ പിടിക്കും എന്നുള്ളതൊക്കെ എനിക്കറിയാം, രാവിലെ 7 മണിക്ക്. പക്ഷെ അത് നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു 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 അനുകൂല സാഹചര്യമായിട്ട് നിങ്ങൾക്ക് നേരത്തെ നീക്കണ്ട എന്നൊക്കെ വിചാരിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ക്ലാസ് കേൾക്കാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മറന്നു പോകടാ. അത് ഉറപ്പാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് എഴുതിക്കോളൂ എന്തായാലും കേട്ടോ. റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് ഗോണിയോലക്സ് അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. Red dinoflagellates goniolax undergo rapid multiplication so that C appears red color ആണ്. It is called red tide. During this time they release toxin that kill fishes. മീനുകളെ കൊല വിളിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇത് എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്, മൂന്നാമത്തത് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തത് യുഗ്ലിനോയിഡ്സ്. അടുത്ത ഗ്രൂപ്പാണ് യുഗ്ലിനോയിഡ്സ് അല്ലെ? മൂന്നാമത്തെ ഗ്രൂപ്പാണ് യുഗ്ലിനോയിഡ്സ്. ഞാൻ എഴുതാൻ പോവാണ് യുഗ്ലിനോയിഡ്സിനെ കുറിച്ചിട്ട്. ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. യുഗ്ലിനോയിഡ്സ് എന്താന്നുള്ളത് ഞാൻ പറയാൻ പോവാണ്. യുഗ്ലിനോയിഡ്സ് ഞാൻ ആദ്യം അതിന്റെ ചിത്രം കാണിച്ചു തരാം. യുഗ്ലിനോയിഡ്സിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. യുഗ്ലിനോയിഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. യുഗ്ലീന എന്ന് പറയുന്നത് ആ വിഭാഗം, യുഗ്ലീന എന്ന് പറയുന്ന സാധനം ശ്രദ്ധിച്ചോ. ഇതാണ് യുഗ്ലീന. കണ്ടിട്ടുണ്ടോ? അതേമാതിരി ചെറിയ, ഇത് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? യുഗ്ലീനെ കണ്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടോ യുഗ്ലീനെ? കണ്ടിട്ടുണ്ടോ മക്കളെ? കണ്ടിട്ടുണ്ട്. യുഗ്ലീന ആക്ച്വലി ദിസ് ഈസ് യുഗ്ലീന. യുഗ്ലീനയുടെ പ്രത്യേകത എന്താ അറിയോ? യുഗ്ലീനക്ക് ഫ്ലജല്ല ഉണ്ട്. രണ്ട് ഫ്ലജല്ലയാണ് യുഗ്ലീനയ്ക്ക് ഉള്ളത്. ഈ യുഗ്ലീന സാധാരണ രീതിയിൽ ഈ പറയുന്ന യുഗ്ലീന സാധാരണ രീതിയിൽ 2 ഫ്ലജല്ല ഉണ്ട്. യുഗ്ലീനക്ക് സെൽവാൾ ഇല്ല, അതാണ് പ്രത്യേകത. യുഗ്ലീനക്ക് സെൽവാൾ ഇല്ല എന്നുള്ളതാണ് യുഗ്ലീനയുടെ പ്രത്യേകത. യുഗ്ലീനക്ക് അതിന് പകരം യുഗ്ലീനക്ക് ഒരു ലെയർ ഉണ്ട്, പ്രോട്ടീൻ ലെയർ. യുഗ്ലീനക്ക് സെൽവാൾ ഇല്ല കേട്ടോ. പകരം അവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ഞാൻ യുഗ്ലിനോയിഡ്സിന്റെ ഒരു ചിത്രം വരയ്ക്കാം. ഒരു ഫോട്ടോസിന്തറ്റിക് ആണ്. അവര് പ്രകാശ സംശ്ലേഷണമൊക്കെ നടത്തും അവര്. നോക്കാം, ഞാൻ യുഗ്ലീനയുടെ ഒരു ചിത്രം വരയ്ക്കാം. ഞാൻ ഇവിടെ വരയ്ക്കാം. ജസ്റ്റ് ഒരു ചിത്രമാണ്, യുഗ്ലീനയുടെ ചിത്രം വരയ്ക്കുകയാണ്. ഇതിന് ഒരു ഫ്ലജല്ല, 2 ഫ്ലജല്ല ഉണ്ട് ശരിക്കും. യുഗ്ലീനയ്ക്ക് 2 ഫ്ലജല്ല. ഇതൊരു ഫ്ലജല്ല, ഇത് കുഞ്ഞാപ്പി ഫ്ലജല്ല. യുഗ്ലീനയുടെ ചിത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്കറിയാലോ യുഗ്ലീനയുടെ ചിത്രം. ഓക്കെ, യുഗ്ലീനയുടെ ഒരു ചിത്രമാണ് ഞാനിവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. യുഗ്ലീനയുടെ ഒരു ഫ്ലജല്ല ഉണ്ട്. ഫ്ലജല്ല ഞാൻ കാണിക്കുകയാണ്. വലിയൊരു ഫ്ലജല്ല, ലോങ് ഫ്ലജല്ല ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, ലോങ് ഫ്ലജല്ല ഉണ്ട്, ഷോർട്ട് ഫ്ലജല്ല ഉണ്ട്. 2 ഫ്ലജല്ലയാണ് ഉള്ളത്. ഇത് ലോങ് ഇവിടെ മണ്ടിക്കണ്ട. ഇവിടെ കേൾക്കുന്നുണ്ട് മക്കളെ, ഇവിടെ കേൾക്കുന്നുണ്ട്. എന്തൊരു കഷ്ടാണ്. ഞാൻ നിർത്തുകയാണ് ഓൺലൈൻ ക്ലാസ്. ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. എന്തൊരു കഷ്ടാണ് പഠിച്ചോനെ. നിങ്ങൾ കേട്ടില്ലേ? എല്ലാരും കേട്ടില്ലേ മണ്ടിക്കോ എന്ന് പറയുന്നത്? ഇതാ പറഞ്ഞത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വഭാവം. സാരല്ലേ, പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കേട്ടുന്നുള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക. ഇതേപോലെ എന്റെ എല്ലാ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ പറഞ്ഞട്ടോ. എനിക്ക് പേടിയാവുന്നുണ്ട് ഇപ്പോ ഇങ്ങനെയൊക്കെ ആവുമ്പോ. ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് യുഗ്ലിനോയിഡ് എന്ന് പറയുന്നത്. എനിക്ക്
എനിക്ക് ചിരി വരികയാണ്, ക്ലാസ് എടുക്കാനും തോന്നുന്നു, ചിരിയും വരികയാണ്. എന്തൊക്കെ കേൾക്കണം ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ. ഇങ്ങനെയാണെങ്കിൽ ക്ലാസ് ചാപ്റ്റർ മുന്നോട്ട് പോവുമോ? ഞാനിപ്പോ അതാ ആലോചിക്കണത്. ഇവിടെ ശ്രദ്ധിക്കുക, യുഗ്ലിനോയിഡിന് ഒരു ലോങ് ഫ്ലജല്ല ഉണ്ട്, ഒരു ലോങ് ഫ്ലജല്ല ഉണ്ട്. ഇത് ലോങ് ഫ്ലജല്ലയാണ്, ലോങ് ഫ്ലജല്ല. ഇത് കുഞ്ഞാപ്പി ഫ്ലജല്ലം, കുഞ്ഞാപ്പി ഫ്ലജല്ലം. ഇതിനെ വിളിക്കുന്ന പേര് ഷോർട്ട് ഫ്ലജല്ലം എന്നാണ് വിളിക്കുക, ഷോർട്ട് ഫ്ലജല്ലം. 2 ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, യുഗ്ലിനോയിഡ്. പിന്നെ ഞാനൊരു സത്യം പറയാം, ശ്രദ്ധിച്ചോളൂ. ഈ യുഗ്ലിനോയിഡ് ശുദ്ധജലത്തിലാണ് ഇവരെ കാണുക. ഇവർ മെയിൻലി കാണുന്നത് ശുദ്ധജലത്തിലാണ്, യുഗ്ലിന. ഇതിപ്പോ യുഗ്ലിനാണ് ഞാൻ വരച്ചത്. ഇത് ശുദ്ധജലത്തിലാണ് കാണാൻ. ഇവര് ശുദ്ധജലത്തിലാണ്. ഇത് ക്ലോറോപ്ലാസ്റ്റ് ആണ്, ഇത് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള സാധനമാണ്. അവിടെ കട്ടെ. യുഗ്ലിനെ ശുദ്ധജലത്തിൽ കാണും. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഇവരെ കാണുന്നുണ്ട്, കെട്ടിക്കിടക്കുന്നത്. അതായത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന, അത് ശുദ്ധജലം അല്ല എന്ന് പറയണ്ട, അത് ശുദ്ധ, അതായത് കടലിലല്ല എന്ന് അർത്ഥം. അപ്പൊ ഞാനിവിടെ ഫസ്റ്റത്തെ ഒരു പോയിന്റ് എഴുതാണ്. ഞാനൊരു ഫസ്റ്റത്തെ മെയിൻലി ഫ്രഷ് വാട്ടർ ആണ്, മെയിൻലി ഫ്രഷ് വാട്ടർ ആണ് ഇവര്, മെയിൻലി ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്, മെയിൻലി ഫ്രഷ് വാട്ടർ ഓർഗാനിസം, മെയിൻലി ഫ്രഷ് വാട്ടർ ഓർഗാനിസം. മാത്രമല്ല ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ, ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ, ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇവരെ കാണുന്നു. മെയിൻലി ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്, ശുദ്ധജലത്തിൽ കാണുന്നവരാണ്. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇവർ കാണുന്നു. പിന്നെ ഇവർക്ക് സെൽവാൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സെൽവാളിന് പകരം ഇവർക്ക് ഒരു ലെയർ ആണ്, പ്രോട്ടീൻ റിച്ച് ലെയർ ആണ്. സെൽവാളിന് പകരം പ്രോട്ടീൻ കൊണ്ടുള്ള ലെയർ ആണ് ഇവർക്കുള്ളത്. സെൽവാളിന് പകരം അവർക്ക് ഉണ്ടാവുന്ന പ്രോട്ടീൻ കൊണ്ടുണ്ടാവുന്ന ഒരു ലെയർ ആണ്. അപ്പൊ ഞാൻ പറയാണ്, സെൽവാളിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് എ സെൽവാൾ, ഇൻസ്റ്റെഡ് ഓഫ് എ സെൽവാൾ, ഇൻസ്റ്റെഡ് ഓഫ് എ സെൽവാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻസ്റ്റെഡ് ഓഫ് സെൽവാളിന് പകരം, സെൽവാളിന് പകരം ദേ ഹാവ്, അവർക്ക് എന്തുണ്ട്? ദേ ഹാവ് പ്രോട്ടീൻ, എ പ്രോട്ടീൻ റിച്ച് ലെയർ. ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ. അവർക്കൊരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്, പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്. കോൾഡ് എന്താ വിളിക്കുന്നതിനെ? അതിനെന്താ വിളിക്കാൻ മക്കളെ? പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പെല്ലിക്കിൾ, പെല്ലിക്കിൾ എന്നാണ് വിളിക്കുക. അവർക്ക് സെൽവാളിന് പകരം അവർക്ക് പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പെല്ലിക്കിൾ. ഈ പെല്ലിക്കിള് ഉള്ളത് കാരണം ഇവരുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇറ്റ് മേക്സ് ദെയർ ബോഡി, ഇറ്റ് മേക്സ് ദെയർ ബോഡി വെരി ഫ്ലെക്സിബിൾ. ഇറ്റ് മേക്സ് ദെയർ ബോഡി, അവരുടെ ബോഡി, their body flexible, their body flexible. ബോഡി ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കും. അവരുടെ ബോഡി നന്നായിട്ട് ഫ്ലെക്സിബിൾ നേച്ചർ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് എ സെൽവാൾ, സെൽവാളിന് പകരം they have a protein rich layer called pellicle. It makes their body flexible. അവരുടെ ബോഡി വളരെ അധികം. ഇത് നിങ്ങൾ വരച്ചോ? ഈ ചിത്രം വരച്ചോ? നിങ്ങൾ ഇത് വരച്ചോ? Yes, sir. Yes, sir. Yes, sir. 50 കുട്ടികളിൽ ഒരു 5 കുട്ടികളെങ്കിലൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന മക്കളായിരിക്കും അല്ലേ? ഞാൻ അതാണ് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഒരുത്തർ മണ്ടിക്കോളി, മറ്റൊരുത്തർ നിന്നോളി, ഒരുത്തൻ സോഫയിൽ കിടന്ന് കളിക്കണ്, ഒരുത്തർ അവിടെ കിടന്ന്, ബാക്കിയുള്ളവരൊക്കെ കാലും കയറ്റി വെച്ച് കിടന്ന് ഉറങ്ങിയേക്കാൻ പറയാൻ പറ്റൂല. എന്തൊരവസ്ഥയാണ്. 7 മണിക്കുള്ള ഒരു ക്ലാസ്. ഞാൻ സീരിയസ് ആവണേ മക്കളെ. സീരിയസ് അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ആപത്തിലേക്കാവും നിങ്ങൾ പോവുക. കാരണം നിങ്ങളുടെ +1 കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല. ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അതൊരു സീരിയസ് അല്ലാന്ന് ഫീൽ ചെയ്യും, തമാശയായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് നിങ്ങളുടെ എക്സാം കഴിയുമ്പോൾ എല്ലാവർക്കും ഇത്ര പെർസെന്റേജ് ഉണ്ടാവും. 93%, 94%. ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആണ്. ഇതെല്ലാവർക്കും കോമൺ ആണ്. സയൻസ് എടുത്ത അധികം ആൾക്കാർക്ക് കോമൺ ആണ്. എന്നാ ഈ ഒരു പെർസെന്റേജിലേക്ക് വരണം എല്ലാവരും. 97, 98%. ഇതെല്ലാവർക്കും കോമൺ ആണ്. നിങ്ങൾ വിചാരിക്കുക എന്താ, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി കഴിഞ്ഞാൽ ഓ എനിക്ക് ഫുൾ A+ കിട്ടി, ഐ എം വെരി ഹാപ്പി. ഈ ഫുൾ A+ കിട്ടിയവർക്ക് ചിലപ്പം 93, 94% ഉണ്ടാവുള്ളൂ മാർക്ക്. ഇതിലേക്ക് എത്തിയാലാണ് നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെ പേടിപ്പിക്കല്ല, യാഥാർത്ഥ്യം പറയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നല്ലപോലെ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പറയണതൊക്കെ. അല്ലാതെ എനിക്കിപ്പോ എന്താണ്,
എനിക്കിപ്പോ ഒന്നും പറയും, ഇതാണ് യാഥാർത്ഥ്യം. അന്ന് നിങ്ങൾ നോക്കി ചിരിക്കണ്ട. അന്ന് ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരില്ല കാര്യങ്ങൾ. നമ്മൾ ചിലപ്പോൾ ക്ലാസ് ചിലപ്പോൾ ഞാൻ ഉണ്ടായിന്ന് വരില്ല, ചിലപ്പോൾ ഞാൻ മരിച്ചെന്ന് വരും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അന്ന് നിങ്ങൾ വിചാരിക്കും, ഓ സാറ് പറഞ്ഞത് എത്ര ശരിയായിരുന്നു. പ്ലസ് ടു കഴിയുമ്പോൾ എല്ലാവർക്കും റിസൾട്ടിൽ 93-94% നിങ്ങൾക്കും ഫുൾ A+ ഉണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. 93%. ഇതൊക്കെ എല്ലാവർക്കും കിട്ടൂടാ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടൂല. ഈ 98-97 കിട്ടൂല. ഇത് കിട്ടുന്നവർക്കാണ് പ്ലസ് ടുവിന് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല മിന്നാൻ പറ്റുക. പിന്നെ അവസരമുണ്ട്. ഒരു 80%, 60%, 70% ആയി മാറിയാൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിൽ പിന്നെ ഒന്നും കൂടി മാർക്ക് കൂട്ടാനൊക്കെ പറ്റും. അതൊക്കെ വളരെ റിസ്ക് ആണ്. അതിലേക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിച്ചോളി. ഓക്കെ, എത്ര സെൽവാൾ ഉണ്ട് യുഗ്ലിനൊക്കെ? എത്ര സെൽവാൾ ഉണ്ട്? എല്ലാവരും എഴുതിയോ? യുഗ്ലിനൊക്കെ യുഗ്ലിനൊക്കെ എത്ര ഫ്ലജല്ല ഉണ്ട്? എത്ര ഫ്ലജല്ല ഉണ്ട് യുഗ്ലിന്? യെസ്. അപ്പൊ അടുത്ത പോയിന്റ് ഞാൻ പറയാണ്. ദേ ഹാവ് 2 ഫ്ലജല്ലം. അവർക്ക് 2 ഫ്ലജല്ല ഉണ്ട്. ദേ ഹാവ് 2 ഫ്ലജല്ലം. ഓക്കെ, ഏതൊക്കെയാണത്? ഒന്ന് ഏതാണ്? എ ഷോർട്ട് ആൻഡ് ലോങ് വൺ. ഓക്കെ, എ ഷോർട്ട് ആൻഡ് എ ലോങ് വൺ. ഇനി ഞാനൊരു സത്യം പറയാം, എല്ലാരോടും ഒരു സത്യം പറയാം. യുഗ്ലിൻ ഒരു തെണ്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ? യുഗ്ലിൻ ഒരു പരമ ചെറ്റയാണ്. എന്തുകൊണ്ടാണ് യുഗ്ലിനെ ചെറ്റയായത്, പരമ തെണ്ടിയാണ് എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇയാള് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുക എപ്പോഴാ അറിയോ? ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇയാള് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുള്ളൂ. ഇല്ലെങ്കിൽ ലൈറ്റിന്റെ ആബ്സെൻസിൽ ഇയാള് മറ്റുള്ളവരെ പോയിട്ട് തിന്നും. അതാണ് പ്രത്യേകത. മറ്റുള്ളവരെ പോയിട്ട് ഇര തേടി പിടിക്കും, ഹെറ്ററോട്രോഫ് ആവും. ഇയാൾ ഓട്ടോട്രോഫ് ആണ്. യുഗ്ലിന എന്ന് പറയുന്ന ആൾ ആരാണ്? ഓട്ടോട്രോഫ് ആണ്. കാരണം ഇവരിൽ പിഗ്മെന്റ്സ് ഉണ്ട്. വലിയ പ്ലാന്റിൽ കാണുന്ന പിഗ്മെന്റ്സ് ഒക്കെ ഇവരിലുണ്ട്. ഹയർ പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെന്റ്സ് ഇവരിലുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഫോട്ടോസിന്തറ്റിക്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോയിട്ട് പ്രിഡേറ്റ് ചെയ്യാന്നാണ് പറയാം. പോയിട്ട് ഇര തേടി പിടിക്കുക. അപ്പൊ ഞാൻ ഈ എഴുതുന്ന പോയിന്റ് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോണത്. ശ്രദ്ധിച്ചോണേ. അതായത് ഞാനിവിടെ പറയാൻ പോണ കാര്യം ശ്രദ്ധിക്കുക. ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. എപ്പോ മാത്രമാണ് ഇവർ ഫോട്ടോസിന്തറ്റിക്? പറ, ഇവരെപ്പോ മാത്രമാണ്? They are photosynthetic. എപ്പോ മാത്രം? They are photosynthetic in the presence of sunlight. സൺലൈറ്റിന്റെ പ്രസൻസിൽ. ഓക്കെ, സൺലൈറ്റ് ഇല്ലെങ്കിലോ? ഇൻ ദി ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് എന്താ സംഭവിക്കുക? ഇൻ ദി ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് സൺലൈറ്റ് ഇല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറും? ഹെറ്ററോട്രോഫ്സ് ആയിട്ട് പെരുമാറും, അല്ലെ? അപ്പോ ഞാൻ പറയാൻ പോണത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദേ ബിഹേവ്, അവര് പെരുമാറുന്നത്. ദേ ബിഹേവ് എങ്ങനെയാണ്? They behave like heterotrophs. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോയിട്ട് ഇര തേടിത്തെടുക്കുക. Like heterotrophs by predating എന്ന് പറഞ്ഞാൽ പോയിട്ട് ഇര പിടിക്കുക. By predating on smaller organism. ചെറിയ ഓർഗാനിസത്തിനെ പോയി തിന്നും. On smaller organism. ഇവരിൽ വലിയ പ്ലാന്റിൽ കാണുന്ന പിഗ്മെന്റ്സ് ഉണ്ട് കേട്ടോ. ഇവര് സസ്യങ്ങളിൽ കാണുന്ന അതേ പിഗ്മെന്റ്സ് ഇവരിൽ കാണുന്നുണ്ട്. The pigments are identical. ഇവരുടെ പിഗ്മെന്റ്സ് സസ്യങ്ങളിൽ കാണുന്ന അതേ പിഗ്മെന്റ് ആണ്, വർണ്ണകവസ്തുവാണ്. The pigments are identical. അത് ഐഡന്റിക്കൽ ആണ്. എവിടെയുള്ള? ഒരേപോലെയാണ്. The pigments are identical to those in higher plants. ഹയർ പ്ലാന്റിലുള്ള പിഗ്മെന്റ്സിന്റെ അതേപോലെയാണ്. Those in higher plants. അങ്ങനെയാണ്. The pigments are identical to
ദോസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഇവരിൽ കാണുന്ന പിഗ്മെന്റ്സ് ഹയർ പ്ലാന്റ്സിൽ കാണുന്ന അതേ പിഗ്മെന്റ്സിന് ഈക്വലന്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് യുഗ്ലീനയാണ്. യുഗ്ലീന കേട്ടോ, എക്സാമ്പിൾ ആയിട്ട് കാണുന്നത് യുഗ്ലീനയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്നുമില്ല, ഇവര് ഫോട്ടോസിന്തറ്റിക് ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇവര് ഫോട്ടോസിന്തറ്റിക് ആണ്. ഓരോരുത്തർ വരയ്ക്കുന്നുണ്ട്. അമീർ ഷാഹിദൊക്കെ ഇതിന്റെ കിടന്ന് വരയ്ക്കുകയാണ്. ആരാണ് ഈ വരയ്ക്കുന്നത്? ഈ സ്ക്രീന് മേലെ ആരും ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ, വരയ്ക്കരുതേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ ശ്രദ്ധിക്കണം. അവർക്ക് 2 ഫ്ലജല്ല ഉണ്ട്, ഒരു ഷോർട്ടും ഒരു ലോങ് ഫ്ലജല്ലയും. അവർ ഫോട്ടോസിന്തറ്റിക് ആണ് ലൈറ്റിന്റെ പ്രസൻസിൽ. ലൈറ്റ് ഇല്ലെങ്കിൽ അവര് ഹെറ്ററോട്രോപ്സ് ആയിട്ട് പെരുമാറും. ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോപ്സ് ബൈ പ്രിഡേറ്റിംഗ് ഓൺ സ്മോളർ ഓർഗാനിസം. ചെറിയ ഓർഗാനിസത്തിനെ പോയിട്ട് അവർ തിന്നും. മനസ്സിലായോ? ചെറിയ ഓർഗാനിസത്തിനെ പോയിട്ട് അവർ തിന്നും. ചെറിയ ഓർഗാനിസത്തിനെ പോയിട്ട് അവർ തിന്നും, പ്രിഡേറ്റ് ചെയ്യും, ഹെറ്ററോട്രോഫോ. അതാണ് ഇയാള് ഹംകാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം എന്താണ്? ഇയാള് സൺലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ ലൈറ്റ് ഫോട്ടോസിന്തറ്റിക് ഉള്ളൂ. ഇല്ലെങ്കിൽ അയാൾ മറ്റുള്ളവരെ പോയിട്ട് തിന്നും. അതാണ് പ്രശ്നം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? അറിയോ? ഓക്കെ, നോക്കേ, എല്ലാരും എഴുതി കഴിഞ്ഞോ? എല്ലാരും എഴുതിയോ? ശ്രദ്ധിക്കണേ, ഞാൻ പറയാൻ പോണ പോയിന്റ് ശ്രദ്ധിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കണേ. ആരും ലെഫ്റ്റ് അടിച്ചു പോവില്ലേ? ഇതുവരെ പറഞ്ഞ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ആദ്യം ഞാൻ പറഞ്ഞത് സയനോബാക്ടീരിയ ആണ്. അവർ പല രീതിയിലും കാണും. യൂണിസെല്ലുലാറും കൊളോണിയലും ഫിലമെന്റസ് ആയിട്ട് കാണാം. അവരുടെ മേലെ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് കാണാം, മ്യൂസിലേജിനസ് ഷീറ്റ്. സ്പെഷ്യലൈസ്ഡ് സെല്ല് കാണാം, ഹെട്രോസിസ്റ്റ്. അത് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതാണ്. സയനോബാക്ടീരിയന്റെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ മൈക്കോപ്ലാസ്മിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ മൈക്കോപ്ലാസ്മിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ എന്ന്. ഓക്സിജന്റെ ആബ്സെൻസിൽ ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പിന്നെ കിങ്ഡം പ്രൊട്ടിസ്റ്റിലേക്ക് വന്നു. അവർ യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്. അവർക്ക് ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ ഉണ്ടാവും. ഇത് പ്ലാന്റിനോടും എനിമൽസിനോടും ഫംഗസിനോടും സ്വഭാവം ഷെയർ ചെയ്യുന്നുണ്ട്. പ്രൊട്ടിസ്റ്റിൽ 5 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡയനോ, യുഗ്ലിനോയിഡ്, സ്ലൈമോയിഡ്, പ്രോട്ടോസോവൻസ്. ആദ്യം പറഞ്ഞത് ക്രൈസോഫൈറ്റ്സ് ആണ്. ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കാണുന്ന മറൈൻ ആണ്, ഫ്രഷ് വാട്ടറിൽ കാണുന്ന വളരെ കുഞ്ഞാപ്പി സാധനമാണ്. മൈക്രോസ്കോപ്പിക് ആണ്, വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ പ്ലാങ്ക്ടൺ എന്നാണ് വിളിക്കുക. വെള്ളത്തിൽ ഒഴുകി നടക്കുന്നവരാണ്. ഒരു ഫോട്ടോസിന്തറ്റിക് ആണ്. 2 ആൾക്കാരാണ്, ഒന്ന് ഡയാറ്റും ഗോൾഡൻ ആൽഗെ. ഇതിൽ ഗോൾഡൻ ആൽഗെ നമുക്ക് പഠിക്കാനില്ല, ഡയാറ്റത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഡയാറ്റത്തിന്റെ സെൽവാൾ ഒരു സോപ്പ് ബോക്സ് പോലെ അപ്പർ ഷെല്ലും ലോവർ ഷെല്ലും ഉണ്ടാവും. മാത്രമല്ല സിലിക്ക ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് സിലീഷ്യസ് സെൽവാളാണ്. ഡയാറ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഡയാറ്റം എവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലത്ത് ഡയാറ്റത്തിന്റെ സെൽവാള് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അത് അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ ഡയാറ്റമീഷ്യസ് എർത്ത് എന്നാണ് വിളിക്കുക. ആ ഡയാറ്റമീഷ്യസ് എർത്ത് പലതിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡയാറ്റം ഒരു ഫോട്ടോസിന്തറ്റിക് ആണ്, അതുകൊണ്ട് പ്രൊഡ്യൂസർ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഡയനോഫ്ലജല്ലേറ്റ്സിന് 2 ഫ്ലജല്ല ഉണ്ട്. ഇവരുടെ സെല്ലുലോസ് പ്ലേറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഇവർ പല കളറിലും കാണുന്നുണ്ട്. ഇവരുടെ പിഗ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ റെഡ് കളേർഡ് ആയിട്ട് കാണുന്നതാണ് ഗോണിയോ അലക്സ്. ഗോണിയോ അലക്സ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഒരു ചുവപ്പ് കളറായിട്ട് മാറും. അപ്പൊ റെഡ് ടൈഡ് എന്ന് പറയും. ഈ സമയത്ത് ഒരുപാട് ടോക്സിൻ റിലീസ് ചെയ്യും. ഡ്യൂറിങ് ദിസ് ടൈം ദേ റിലീസ് ടോക്സിൻ, വിഷം. ദേ കിൽ ഫിഷസ്, അവര് മീനുകളെ കൊല്ലും. ഇപ്പൊ പറഞ്ഞത് യൂക്ലിനോയിഡ്സ്. യൂക്ലിനോയിഡ്സിന് സെൽവാളില്ല, പകരം ഒരു പെല്ലിക്കിൾ ഉണ്ട്. 2 ഫ്ലജല്ല, ലോങ് ഫ്ലജല്ലയും ഷോർട്ട് ഫ്ലജല്ലയാണ് ഉള്ളത്. മാത്രമല്ല പെല്ലിക്കിൾ കാരണം അവർക്ക് നല്ല ഫ്ലെക്സിബിൾ നേച്ചർ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് അവർ ഫോട്ടോസിന്തറ്റിക് ആണ്, ലൈറ്റിന്റെ പ്രസൻസിൽ ഇല്ലെങ്കിൽ പ്രിഡേറ്റ് ചെയ്യും. അവരിൽ കാണുന്ന പിഗ്മെന്റ്സ് ഹയർ പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെന്റ്സിന് സെയിം ആണ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി നമുക്ക് സ്ലൈമോഡ്സ്, പ്രോട്ടോസോവൻസേ പഠിക്കാനുള്ളൂ. അറിയോ? ഓക്കെ, എല്ലാരും ഓക്കെ ആണോ? ഓക്കെ, ഒരു കാര്യം എല്ലാരും നല്ല 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 മക്കളായിട്ട് ക്ലാസ് കേൾക്കണം കേട്ടോ മക്കളെ. ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് പറയുന്നത് എന്താന്ന്. കാരണം ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ആണ്. അപ്പൊ നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാധനം പഠിക്കണമെങ്കിൽ അത് ക്ലാസ് നന്നായിട്ട് കേട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, നല്ല വൃത്തിയിലും
നല്ല ഒരു ക്ലാസിന്റെ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ നമുക്കും എന്ത് ചെയ്യും, നമുക്കും മടുക്കും. എനിക്ക് മാത്രം നമ്മൾ പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾ മനസ്സിലാവുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നോക്കാതെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യരുത്. നല്ല മക്കളായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണേ. എക്സാമിന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സാറ് അയക്കും. അപ്പൊ എന്തായാലും അത് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ശരി. താങ്ക് യു സർ. ഓക്കെ.